സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വാക്യം എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എടുത്ത ദൈവമക്കളുണ്ടെങ്കിൽ എന്നെ കൂടെ ചേർന്ന് ആ വാക്യം എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി നമ്മൾ ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് വായിച്ചാട്ടെ. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. രൂക്ഷതയുടെ ഒരു അധ്യായം. 14-ാം അധ്യായം നടമാടി നിൽക്കുന്ന, നിറയപ്പെട്ട് നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ ഒരു അധ്യായമാണ് 14-ാം അധ്യായം. പ്രശ്നത്തിൻ്റെ പ്രതികൂലങ്ങളുടെ സങ്കീർണമായ ഒരു അധ്യായം. അതാണ് ഈ 14-ാമത്തെ അധ്യായം എന്ന് ഞാൻ പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ആ വാക്കുകൾക്കകത്ത് നമ്മൾ മലയാളി പെന്തക്കോസുകാരാകുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും എന്തായിരിക്കും പാസ്റ്റർ ഈ അധ്യായത്തിൻ്റെ പ്രശ്നം? പാസ്റ്റർ ഇങ്ങനെയൊക്കെ എടുത്തു പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രൂക്ഷത ഇതിനകത്ത് നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് ഇപ്പം നമ്മളത് വായിക്കാൻ നിന്നാൽ നമുക്കത് കിട്ടുകയില്ല. അതുകൊണ്ട് എടുത്തു പറയേണ്ട 1-2 വാക്യങ്ങൾ ഉണ്ട്. ആ ഭാഗത്തിലേക്ക് നമ്മൾ വരും. ഒരു കാര്യം മാത്രം മനസ്സിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചോ. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നൊരു അധ്യായമാണ്. ഒരു ഭാഗത്ത് ഭയങ്കര ദൈവപ്രവൃത്തി സംഭവിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. അമ്മയുടെ ഗർഭം മുതൽ വ്യാപരിക്കപ്പെട്ട രോഗത്തിൻ്റെ കെട്ടിനെ അഴിക്കുക മാത്രമല്ല, അവനെ ഉറപ്പിക്കാൻ പാകത്തിൽ അതീവ ശക്തിയുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ കരം ചലിക്കുന്ന ഒരു അധ്യായമാണ് 14-ാമത്തെ അധ്യായം. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ശുശ്രൂഷകൾക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞ അനന്തരം ആ മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്തെടുപ്പിച്ച ഏറ്റവും ഗാംഭീര്യമുള്ള ദൈവിക പ്രവൃത്തികളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരധ്യായമാണ് 14-ാം അധ്യായം. എന്ന് വെച്ചാൽ വിഷയത്തിൻ്റെ രൂക്ഷത ഗർഭം മുതൽ ആരംഭിച്ചതാ. അവനെ ഉറപ്പിച്ച് അവനെ ഒരു സാക്ഷിയാക്കി മാറ്റാൻ പാകത്തിൽ അകം തിളയ്ക്കുന്ന അഭിഷേകമുള്ള മനുഷ്യൻ ശക്തിയോടെ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അധ്യായമാണ് 14-ാം അധ്യായം. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകം സകല പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം. ഇന്നലകളിൽ കണ്ടതും കേട്ടതും പ്രാർത്ഥിച്ചതും പ്രാപിച്ചതും സാക്ഷ്യം പറഞ്ഞതും അനുഭവിച്ചതും തൊട്ടതും രുചിച്ചതും ഒന്നുമല്ല, നാളിതുവരെ നമ്മുടെ നാവ് തുറന്നു പറയാത്ത സാക്ഷ്യങ്ങളുടെ കൂട്ടങ്ങൾ നമ്മുടെ നാവ് തുറന്നു പറയാൻ പാകത്തിൽ കർത്താവ് എന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. പിന്നിട്ടുപോയ 2025 നീ ഓർക്ക പോലും വേണ്ട. പിന്നിട്ടുപോയ വഴിയാത്രകൾക്ക് തിരശീല കുറിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ഇന്ന് രാത്രി ദൂത് പറയുന്നു. കണ്ടതും കേട്ടതും പ്രാപിച്ചതും അനുഭവിച്ചതും തൊട്ടതും രുചിച്ചതും ഒന്നുമല്ല, ഈ 3 മാസങ്ങൾ പറയാത്ത സാക്ഷ്യങ്ങൾ എൻ്റെ നാവ് തുറന്ന് പറയാൻ പാകത്തിൽ കർത്താവിനെ ശക്തീകരിക്കുന്നൊരു മഹത്വത്തിൻ്റെ അധ്യായം എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ് ഈ ഉയർന്നു കേൾക്കുന്നതെങ്കിൽ, ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും വിട്ടേച്ചു വന്ന കൂടാരങ്ങളെ നോക്കി ആ ദൂത് വിശ്വസിച്ചു പറ. ഇതുവരെ ഞാൻ പറയാത്തത്, എൻ്റെ കൊച്ചു സാക്ഷ്യം പറയാത്തത്, എൻ്റെ തലമുറയായിരിക്കുന്ന മണ്ണിൽ ഇതുവരെ ഉറയ്ക്കാത്ത ചില വിഷയത്തെ അമ്മയുടെ ഗർഭം മുതൽ പേറി നടക്കുന്നതാണ്. അടകപരം ശമനകം ധാലകക്ഷം ധീരകസിഹത്തനാദിയാതന. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാസ്റ്ററെ പിശാചി വിഷയത്തിനകത്ത് ഭയങ്കരമായും കളിക്കാൻ തുടങ്ങിയിട്ട്, എന്നാൽ ഇന്ന് രാത്രിത്തെ യോഗത്തിനകത്തിരിക്കുമ്പോൾ അകതാരിലും ആത്മാവിലും നമ്മളങ്ങ് വിശ്വസിച്ച് പറയുക, ഇനി ഈ വിഷയത്തെ തൊടാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയാത്ത രീതിയിൽ, ഇനി ഈ വിഷയത്തെ സ്പർശിക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കും കഴിയാത്ത രീതിയിൽ അലറി വിളിക്കുന്ന അന്ധകാര മണ്ഡലത്തെ ആത്മമണ്ഡലത്തിനകത്ത് യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ കുഞ്ഞ് ഇന്ന് രാത്രി അകന്തളയ്ക്കുന്ന ദൈവശക്തിയോടെ പറഞ്ഞാട്ട്, യേശുവിന്റെ നാമത്തിനകത്ത് ഗർഭം മുതൽ നീ തുടങ്ങിയതാ പിശാച്. പക്ഷെ 14-ാം അധ്യായത്തിൽ ഞങ്ങൾ വിശ്വസിക്കുക അവൻ ഉറയ്ക്കാൻ പോകുകയാണ്. അവന്റെ കാലുകൾ വേരൂന്നി നിൽക്കാൻ പോകുകയാണ്. എന്റെ കൊച്ചിന്റെ ഭാവി സ്ഥിരമാകാൻ പോകുകയാണ്. രാഘാബ ശാതാന ഹംബാറ ധേനം ധാരം വൈഡം ധീരം വൈഡം ധീരം ധീരം ധാരം എന്തോ വാക്ക് പറയുമ്പോൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമെല്ലാം ഒരുപോലൊരു വലിയ ദൈവ സാന്നിധ്യം ചലിക്കുന്നത് പോലെ ആത്മാവ് ഇന്ന് രാത്രി ആവർത്തിച്ച് പറയുന്ന ഈ ദൂത് കേൾക്കാൻ നിന്റെ കൊച്ചി സ്ഥലത്തിനകത്തില്ല. പക്ഷെ ആ കൊച്ചിന്റെ ഉദരത്തിനകത്ത് ഉരുവായ സമയം മുതൽ നീ പേറി നടക്കുന്ന വിഷയത്തിന്റെ കെട്ടഴിക്കാൻ അകം തിളയ്ക്കുന്ന ദൈവശക്തിയുള്ള അഭിഷക്തന്റെ പ്രാർത്ഥനയ്ക്ക് ത്രാണിയുണ്ടെന്ന് പറഞ്ഞാൽ രക്താറാബ സാധാനം വൈഡം അന്തലകത്തിക അന്യഭാഷയില്ലെങ്കിൽ രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. അന്യഭാഷയില്ലെങ്കിൽ യേശുവിന്റെ രക്തം, രക്തം യേശുവിന്റെ രക്തം, രക്തം ചെയ്യം, യേശുവിന്റെ രക്തം, രക്തം ചെയ്യം, യേശുവിന്റെ രക്തം, രക്തം ചെയ്യം. അത് ചുമ്മാതെ 2 കരമടി അല്ലെന്ന് പരിശുദ്ധാത്മാ പറയും. അത് ചുമ്മാതെ 2 സ്വോത്രം പറച്ചിലല്ല, അത് ചുമ്മാതെ ഒരു ആമയും പറച്ചിലല്ല. ഇന്ന് രാത്രി
രാത്രി ഉറക്കേണ്ട വിഷയത്തെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കാതെ ഈ മീറ്റിംഗ് ദൈവം ആശീർവാദം പറയത്തില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ ആത്മാവി പറ, എത്ര നാളുകൊണ്ട് കരയപ്പ, എത്ര നാളുകൊണ്ട് ഉപവസിക്കപ്പ. അവനെ നോക്കുമ്പോൾ അവന്റെ നരിയാണി ഉറയ്ക്കാത്ത വിഷയത്തെ നോക്കി എത്ര വർഷങ്ങളായി ഭാരപ്പെടുകയാ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുകയാണ്. അവനെ ഇന്ന് രാത്രിയിൽ ഉറപ്പിക്കുന്നൊരു ദൈവ കരത്തിന്റെ മഹത്വം, ദൈവ പ്രവൃത്തിയുടെ ആരംഭങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തോ ദൈവദാസനെ 8ാമത്തെ വാക്യത്തിനകത്ത് ഇന്ന് രാത്രി ഞാൻ കരം വെച്ച് പറയട്ടെ, അമ്മയുടെ ഗർഭം മുതൽ പേറി നടക്കുന്ന വിഷയമാണത്. അവന്റെ കാലിന് ശക്തിയില്ല, അർത്ഥം അവനൊരു കാലുണ്ട് പക്ഷെ അതിന് പവർ ഇല്ലെന്ന വാക്കിന്റെ അർത്ഥം. ഒരു തലമുറയുണ്ട് പാസ്റ്ററെ പക്ഷെ ഭാവി ഉറച്ചിട്ടില്ല. ഒരു വീടുണ്ട് പാസ്റ്ററെ പക്ഷെ സ്വസ്ഥത വീടിനകത്തില്ല. ഒരു ശുശ്രൂഷയുണ്ട് പാസ്റ്ററെ പക്ഷെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ശരീരമുണ്ട് പാസ്റ്ററെ പക്ഷെ രോഗത്തിന്റെ അണുക്കൾ കയറിയിരിക്കുക. എന്തോ ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുക, ആ കാലുകൾക്കകത്തൊരു ശക്തി ഇന്ന് രാത്രി പകർന്ന് 10ാമത്തെ വാക്യത്തിൽ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നൊരു ദൈവകരം സജ്ജമായി വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തെ നോക്കി അകം തിളയ്ക്കുന്ന കൃപയോടെ പറയണോ, എന്റെ വിഷയത്തെയും ഇന്ന് രാത്രി ദൈവാത്മാവ് ഉറപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമടിച്ചോ കരം ഉയർത്തിയോ ഒക്കെ ശക്തിയോടെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അത് സംഭവിക്കുന്ന നല്ല ദിനരാത്രങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അപ്പൊ ദൈവപ്രവൃത്തിയുടെ കൂട്ടങ്ങൾ ആരംഭിക്കുകയാണ്. ജയോത്സവം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ദേശത്തിനകത്ത് വേരുറച്ചു. പലപ്പോഴും നിങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഞങ്ങളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ എന്ന രീതിയിൽ ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷമാണ്. യാത്രകളിലുമൊക്കെ ബലപ്പെടാൻ പാകത്തിൽ പലപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണുന്ന നോട്ടിഫിക്കേഷനുകൾ പ്രധാനപ്പെട്ടൊരു മീറ്റിങ്ങുകൾ ഒന്നാണ്. അത് മുഖസ്തുതിക്ക് വേണ്ടി പറയുകയല്ല, ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആകയാൽ ഇവിടെ നടക്കുന്ന പല മെസ്സേജുകളും യാത്രകളും ഒക്കെ പലപ്പോഴും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഒരു ശുശ്രൂഷകൻ എന്ന രീതിയിൽ ഞാൻ പറയാം, ഇതുവരെ നിങ്ങൾ കണ്ടതൊന്നുമല്ല. ഈ ദേശത്തിനകത്ത് ഇനിയും പലതിന്റെ വേരുറപ്പിക്കാൻ അമ്മ എഴുതി തള്ളിയ, അപ്പൻ വിധി പറഞ്ഞു മാറ്റിയ, നാട്ടുകാരും രാഷ്ട്രീയ പ്രമുഖരും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ പലതിന്റെയും വേരുറപ്പിക്കാൻ പാകത്തിലൊരു അധ്യായം സ്വർഗം എനിക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ പറ, ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി പുറത്തു വരാൻ പോകുകയാണ്. ഇതിനകത്ത് ഒത്തിരി ചെറുപ്പക്കാരില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം വിളിക്കുകയാണ്, നിന്നെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം വിളിപ്പിക്കുകയാണ്. അനേകം പേരുടെ വേരുറപ്പിക്കാൻ പാകത്തിൽ നിന്റെ വാക്കുകൊണ്ട് ശക്തീകരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ലേബൽ നിന്റെ നെറ്റിക്കകത്ത് എഴുതി ഒട്ടിച്ച് അകത്തെ ആമേൻ ശുശ്രൂഷയുടെ പുതപ്പുകൾ, ശുശ്രൂഷയുടെ ശക്തികൾ ഒരു ഭാഗത്ത് ദൈവിക നിയോഗം പോലെ കിടക്കുമ്പോൾ അതിനെ നോക്കി ആമീൻ പറഞ്ഞ് ഇന്ന് രാത്രി സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാനുഷികമായി ചെയ്യുന്ന സകല ജോലികളെയും തമ്പുരാൻ ഇന്ന് രാത്രി വിരാമം കുറിച്ചുകൊണ്ട് ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലാത്ത ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്നെ വേർതിരിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ഈ വാക്യത്തിനകത്ത് കണ്ട ശക്തമായ മിനിസ്ട്രിയായി മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അർത്ഥമച്ച ഈ പ്രവർത്തനത്തിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു അസാധാരണമായ ദൈവകരം. അങ്ങനെ ശക്തമായ പ്രവൃത്തികൾ ആരംഭിച്ച് മുമ്പോട്ട് വരുമ്പോൾ 18ാമത്തെ വാക്യം വരെ എല്ലാം ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ നന്നായി പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ അടുത്ത വാക്ക് കേൾക്കണേ, 19ാമത്തെ വാക്യം മുതൽ തുടങ്ങുമ്പോൾ പ്രശ്നത്തിന്റെ രൂക്ഷത ആരംഭിക്കുക. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിക്കാൻ കാരണം? ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിഷ്യന്മാരുടെ മനസ്സ് ആടി ഒലഞ്ഞ് നിൽക്കുക എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. അവരുടെ മനസ്സ് ഉറപ്പിക്കേണ്ട വിഷയം വന്നെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് കലങ്ങിയിരിക്കുക എന്നല്ലേ അതിന് കാരണം. അതിന് കാരണം എന്താ? അതൊരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ ഇന്ന് രാത്രിയിൽ 14ാം അധ്യായത്തിന്റെ പ്രശ്ന സങ്കീർണമായ വിഷയത്തിന്റെ രൂക്ഷതകൾ അഴിച്ചു വിടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളും വചനത്തെ ചിന്തിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളും ആത്മാവി മനസ്സിലാക്കണം, ഈ 14ാം അധ്യായം ഒന്നുമല്ല സഭയ്ക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ഹല്ലേലൂയ പറയാമോ? തീർന്നില്ല. വൺസ് അഗൈൻ, ഈ 14ാം അധ്യായത്തിലൊന്നുമല്ല സഭയ്ക്ക് നേരെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. പ്രവർത്തനം തുടങ്ങിയ സീസൺ മുതൽ സഭയ്ക്ക് നേരെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമെല്ലാം, അദൃശ്യമണ്ഡലത്തിലും ദൃശ്യമേഖലകളിലുമെല്ലാം ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിന് നേരെ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ട് പ്രവൃത്തിയുടെ പുസ്തകങ്ങൾ ആരംഭം കുറിച്ചിട്ടുള്ളത്. എന്നാൽ അതിന്റെ രൂക്ഷത വെളിപ്പെട്ടു വന്നത് 6ാം അധ്യായം മുതൽക്ക് തന്നെയാണ് കേട്ടോ. 6ാം അധ്യായത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സഭയുടെ പുറത്തല്ല പ്രശ്നം നിൽക്കുന്നത്, വിശദീകരിക്കാൻ നിൽക്കുകയില്ല. 6ാമത്തെ അധ്യായം സഭയുടെ അകത്ത് നടക്കുന്ന പ്രശ്നമാണ് ഏറ്റവും വലിയ രൂക്ഷത. അതുകൊണ്ട് പൗലോസ് എന്ന് പറയുന്ന ശക്തനായ മനുഷ്യൻ തന്റെ കഷ്ടതകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, പട്ടിണി, ശീതം, നഗ്നത, ആപത്ത്, വാള്, മരണം, ദൂതന്മാർ, എന്നിട്ട് അടുത്ത വാക്ക് പറയുക അകത്തു യുദ്ധം പുറത്തും യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധത്തിന്റെ ഡെപ്ത് എന്താന്ന് ചോദിച്ചാൽ സഭയ്ക്കകത്തും ഈ മനുഷ്യൻ
മനുഷ്യന് നേരെ യുദ്ധമുണ്ട് എന്നുള്ളതാണ്. 6-ാമത്തെ അധ്യായം സഭയ്ക്ക് അകത്താണ് പ്രശ്നം ആരംഭിക്കുന്നത്, വിശദീകരിക്കുന്നില്ല. അപ്പൊ ആ പ്രശ്നത്തിന്റെ രൂക്ഷതകൾ 6-ാം അധ്യായം മുതൽ ദൃശ്യമേഖലകൾക്കകത്ത് വെളിപ്പെട്ട് വരികയാണ്. പിന്നത്തേതിൽ അടുത്ത പ്രശ്നം 15-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. 15-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് കിടക്കുന്നത്, യഹൂദയിൽ നിന്ന് ചിലർ വന്നു. ആ വാക്കൊക്കെ ഒന്ന് കേട്ടോണേ. നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിശോധന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. രക്ഷ എന്ന് പറയുന്നത് ഒരു സന്തോഷമല്ലേ അഭിഷക്തനെ? രക്ഷ എന്ന് പറയുന്നത് അനുഭവിക്കേണ്ട ഒരു ആത്മീയ മേഖലയല്ലേ? ആ അനുഭവിക്കുന്ന രക്ഷയെ അനുഭവിച്ചവരെ നോക്കി കള്ള സഹോദരന്മാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയിട്ട് പറയുക, ഓ നിങ്ങൾ ഈ അനുഭവിച്ച രക്ഷയൊന്നും പോരാ കേട്ടോ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് കലക്കിക്കളയുക. ഞാൻ ആ ഭാഗത്തിന് വിശദീകരിക്കുന്ന ദൂത് എന്താണെന്നറിയാമോ? അനുഭവിച്ച സന്തോഷത്തെ കെടുത്തിക്കളയാൻ പാകത്തിൽ വരുന്ന ചില വാക്കുകളുടെ ശബ്ദമാണ് 15-ാം അധ്യായത്തിന്റെ പ്രശ്നം. ഇന്ന് രാത്രിയിലും ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നോക്കി പറയുക, നീ അനുഭവിക്കുന്ന സ്വസ്ഥതയെ നശിപ്പിക്കുക, നീ അനുഭവിക്കുന്ന സന്തോഷത്തെ കെടുത്തിക്കളയുക. ഇതൊന്നും പോരെന്നങ്ങ് പറയുക, ഇങ്ങനെ പോയാ പോരെന്ന് പറയുക. ഇങ്ങനെ വാഴുന്ന സകല നെഗറ്റീവിന്റെ തോട്ട്സുകളെയും ഇന്ന് രാത്രി ഞങ്ങൾ റിബ്യൂക്ക് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ പറ, ലോർഡ് വി വിൽ റിബ്യൂക്ക് ഇറ്റ് വിച്ച് ഈസ് ഓൾ അഫക്ട് ദ ഡെവിൾ സ്പിരിറ്റ്സ് മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആ മേഖലകളെ ദൈവം റിബ്യൂക്ക് ചെയ്യുന്നതിനായി സ്തോത്രം. അനുഭവിക്കുന്ന സന്തോഷത്തെ കെടുത്തിക്കളയുക, അനുഭവിക്കുന്ന ആനന്ദത്തെ കെടുത്തിക്കളയുക. വാസ്തവ വലുതായിട്ടൊന്നുമില്ല, 10 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളതൊന്നും സമ്പാദിച്ചിട്ടില്ല. 2 പിള്ളേരെ ഉള്ളൂ പാസ്റ്ററെ, ഒരു ഹസ്ബൻഡും ഒരു വൈഫും, കുഴപ്പമില്ലാതെ ഒക്കൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെയുള്ള വീടുകൾക്കകത്തേക്ക് കള്ളശക്തികൾ നുഴഞ്ഞു കയറി അവന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് കളയുന്ന രൂക്ഷതയുടെ പ്രശ്നങ്ങളാ 15-ാം അധ്യായത്തിന്റെ സങ്കീർണമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ വിഷയത്തെ ഇവർ തീർപ്പ് കൽപ്പിച്ച സിസ്റ്റം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. 6-ാമത്തെ വാക്യം ഈ പ്രശ്നത്തെ അവരെങ്ങനെ തീർപ്പ് കൽപ്പിച്ചെന്ന് അറിയാമോ? 6-ാമത്തെ വാക്യം, ഈ സംഗതിയെ കുറിച്ച് വിചാരിപ്പാൻ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വന്നുകൂടി. അടുത്ത വാക്ക് നിങ്ങൾ കേൾക്കണേ. വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞു. ആ ടോൺ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു വിഷയത്തിന്റെ നടുവിൽ അഭിഷക്തൻ സംസാരിക്കുക. ഓക്കെ, ആ സംസാരം ഇങ്ങനെ സംസാരിച്ച് 11-ാമത്തെ വാക്യം വരെ ആള് സംസാരിച്ചു. എന്നിട്ട് 12-ാമത്തെ വാക്യം വന്നപ്പോൾ നിങ്ങൾ കണ്ടോണേ, ജനസമൂഹം എല്ലാം മിണ്ടാതെ ബർന്നബാസും പൗലോസും ദൈവം തങ്ങളെ കൊണ്ട് ജാതികളുടെ ഇടയിൽ ചെയ്യിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വിവരിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു നിർത്തിയ ശേഷം, അടിവരയിട്ടണം ആ പദത്തിനൊക്കെ, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞു. അർത്ഥം, ഈ പത്രോസ് സംസാരിക്കാൻ തുടങ്ങി. പത്രോസിന്റെ സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും പൗലോസും ബർന്നബാസും കൂടെ സംസാരിച്ചു. അവരുടെ സംസാരം കഴിഞ്ഞപ്പോഴത്തേക്കും യാക്കോബ് കയറി സംസാരിക്കാൻ തുടങ്ങി. ആ ഷെഡ്യൂൾ നിങ്ങൾ കണ്ടോ? ആ ക്രമം നിങ്ങൾ കണ്ടോ? ആദ്യം പത്രോസ് പറഞ്ഞു, അച്ഛൻ എന്റെ അഭിപ്രായം ഇതാ. ഓക്കെ, ആദ്യം പറഞ്ഞു, അച്ഛൻ ഇരുന്നു. അടുത്ത വാക്ക് പൗലോസും ബർന്നബാസും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം ഇങ്ങനെ. അവർ പറഞ്ഞിരുന്നു. അപ്പൊ യാക്കോബ് കയറി. ആ സിസ്റ്റം നിങ്ങൾ കണ്ടോ? അതോ എല്ലാം കൂടെ കലവില അങ്ങനാണോ? സോദർക്ക് ടാക്സി വിളിച്ച് വീട്ടിൽ പോയോ? അങ്ങനാണോ? അല്ല, ഒരു വിഷയം വരുമ്പോൾ എല്ലാം കൂടെ കലവില അങ്ങനെ ആകുമ്പോൾ പ്രശ്നം തീരുകയില്ല. ഇതിന്റെ സിസ്റ്റം കണ്ടോ? ഓരോരുത്തർ അവരുടെ അഭിപ്രായം പറഞ്ഞു. കൺക്ലൂഷനിലേക്ക് വന്നപ്പോ, ഈ 15-ാം അധ്യായത്തിന്റെ കൺക്ലൂഷനിലേക്ക് വന്നപ്പോ ഈ അധ്യായത്തിനകത്ത് മനോഹരമായൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ സഭയുടെ സ്വസ്ഥതയെ, ഈ സഭയുടെ സമാധാനത്തെ അവർ 30-ാമത്തെ വാക്യം നോക്കിക്കേ. അങ്ങനെ അവർ വിടവാങ്ങി അന്ത്യോക്യയിൽ ചെന്ന് ജനസമൂഹത്തെ കൂട്ടിവരുത്തി ഈ ലേഖനമെല്ലാം വായിച്ചു കേൾപ്പിച്ചു. അടുത്ത പദം എന്നാ? അവർ ഈ ആശ്വാസ വചനം വായിച്ച് സന്തോഷിച്ചു. കണ്ടോ? ഒരു വിഷയം ഉണ്ടാകത്തില്ലെന്നൊന്നും പറയാം. ചർച്ച ആണോ? പ്രശ്നം ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 4 പേരുള്ളൊരു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു, പിന്നെ 50 പേരുള്ളൊരു സഭയിൽ പ്രശ്നം രൂക്ഷമാകും. പക്ഷേ ആ പ്രശ്നത്തെ പരിഹരിച്ച സിസ്റ്റം കണ്ടോ? അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം തിരിച്ചു കിട്ടി. ഒരു ഹല്ലേലൂയ പറയാമോ? അവരുടെ സ്വസ്ഥത മടങ്ങി വരികയാണ്. സ്തോത്രം. അപ്പൊ പ്രശ്നം ഇന്നും ഇന്നലെ ഉണ്ടായതൊന്നുമല്ല. ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മുഴുവനും പ്രതിസന്ധികൾ രൂക്ഷമാണ്. നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിൽ ഇപ്പൊ ശിഷ്യന്മാരുടെ മനസ്സ് കലങ്ങിയിരിക്കുക. അതുകൊണ്ട് മനസ്സിനെ ഈ അഭിഷക്തനെ ഉറപ്പിക്കുക. ഇനി പ്രശ്നം എന്താണെന്ന് കേൾക്കണം. അവിടാണ് നമ്മുടെ വിഷയം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ മനസ്സ് ഉറപ്പിക്കാൻ കാരണം? അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ 19-ാമത്തെ വാക്യത്തിനകത്ത് വരണം. 19-ാമത്തെ വാക്യം, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനോയിൽ നിന്നും, 14-ന്റെ 19-ാമത്തെ വാക്യം, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനോയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി. അടുത്ത പദം കണ്ടോണേ, പൗലോസിനെ. ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ഭാവന കാണണേ. ഒരു ദൂത് പിടിക്കാൻ നമ്മൾ ഇതെല്ലാം ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് വരികയാണ്. അഭിഷക്തന് നേരെ അവർ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞത് ശുശ്രൂഷിക്കുന്ന ഈ അഭിഷക്തന് നേരെ ഇവർ നടത്തിയ കല്ലേറാണ് ഇപ്പൊ ശിഷ്യന്മാരുടെ മനസ്സ് കലക്കിക്കളഞ്ഞത്. അത്രയും പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
ശക്തമായി നിൽക്കേണ്ട ദൈവരാജ്യത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കേണ്ട ഒരു അഭിഷക്തന് നേരെ പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കുന്ന കല്ലേറാണ് ശിഷ്യന്മാരുടെ മനസ്സ് തകർത്ത് കളഞ്ഞതെന്ന് ഈ അധ്യായത്തിനകത്ത് പറയുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു കൊച്ചു ചോദ്യം, ഈ അധ്യായത്തിൽ മാത്രമാണോ ഈ കല്ലേറുകൾ സംഭവിക്കപ്പെട്ടത്? അല്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ അനവധി മേഖലകൾക്കകത്ത് പൈശാചിക ശക്തികൾ വിഷയത്തിന് നേരെ കല്ലേറുകൾ നടത്തിയിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകും. എടുക്കാമോ? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ കല്ലേറിന്റെ രൂക്ഷത നമുക്ക് മനസ്സിലാകുന്ന ഒരു വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. അവന്റെ കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി. അപ്പൊ കണ്ടോണേ, ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു. അറിയാവുന്ന വാക്യങ്ങളാ. ഒരുവനെ കൊന്നു. അടുത്തത് മറ്റൊരുവനെ കല്ലെറിഞ്ഞു. മറ്റൊരുത്തനെ കല്ലെറിഞ്ഞു. അപ്പൊ കല്ലെറിയുക എന്നുള്ള പൈശാചിക മണ്ഡലത്തിന്റെ ഡെപ്ത് എന്താണെന്ന് അറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ കല്ലേറുകൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ നമുക്ക് അടുക്കും ചിട്ടയുമായിട്ടൊക്കെ ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ തന്നെ മാറി മറിയുന്ന നിങ്ങളുടെ മുഖത്തിന്റെ ഭാവപ്രകടനം കാണുമ്പോൾ എനിക്കറിയാം, പാസ്റ്റർ കല്ലേറ് പ്രസംഗിക്കാനാണ് പാസ്റ്റർ വന്നേ. ഇതിപ്പം പാസ്റ്റർ ഇത്രയും ദൂരം വന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്കൊരു 10 മിനിറ്റ് എന്നെങ്കിൽ ഞങ്ങൾ ഈ വിഷയത്തിന്റെ ഡെപ്ത് അങ്ങ് പ്രസംഗിച്ചേനെ. എനിക്കറിയാം എന്നെക്കാൾ നന്നായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിഷയം മനസ്സിനകത്തൂടെ കയറി ഇറങ്ങി വന്നെങ്കിലും ഇത് തന്നെ സംസാരിക്കണം എന്നുള്ള നിയോഗം കർത്താവ് അകത്ത് തന്ന കാരണത്താൽ നമ്മൾ ഈ വിഷയത്തിന്റെ ആഴം ഒന്ന് പഠിച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് വ്യക്തിപരമായി ദൂതുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞേച്ചും ഈ സെക്ഷൻ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കല്ലേറിന്റെ ആഴത്തിന്റെ ഒരു വാക്യത്തിനകത്ത് കിടക്കുന്നത്, ഒരുത്തനെ പിടിച്ചു, മറ്റൊരുത്തനെ കൊന്നു, പിന്നെ ഒരുത്തനെ അവരെന്ത് ചെയ്തു? കല്ലേറ് നടത്തി. ഈ കല്ലേറിന്റെ ആഴം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കണം. അതേ അധ്യായം തന്നെ 34-ാമത്തെ വാക്യം. ഫലകാലം സമീപിച്ചപ്പോൾ എന്തോ ഫലകാലം സമീപിച്ചപ്പോഴാ ഈ കല്ലേറ് എന്ത് ചെയ്യുന്നേ? നടത്തുന്നേ. അതിൽ നിന്ന് എന്തോ പിടികിട്ടി. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ആത്മതപനം നടത്തുകയും ചെയ്തതിന്റെ ഫലത്തിന്റെ സമയമാകുമ്പോ, കൊയ്ത്ത് കാണേണ്ട സീസൺ ആകുമ്പോ അതിനെതിരെ കല്ലേറ് നടത്തുന്ന പൈശാചിക മണ്ഡലമെന്ന് ഞാൻ ഇതിനെ വിശദീകരിച്ചാൽ, ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുക, കഴിഞ്ഞ കുറച്ച് നാളുകളായി നീ പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആത്മശക്തിക്കകത്ത് നിന്നതിന്റെ കൊയ്ത്തിന്റെ ഫലത്തിന്റെ സമയമാകുമ്പോൾ അതിനെതിരെ നിനക്കെതിരെ കല്ലേറ് നടത്തുന്ന ഒരു പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി കൃപയ്ക്കകത്ത് ആശ്രയിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറയണം, ഇല്ല പിശാചേ, എന്റെ കൊയ്ത്തിന്റെ കാലഘട്ടത്തിൽ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല കല്ലുകളെയും ജയിക്കാൻ ഒരു ദൈവശക്തിയുടെ അഭിഷേകം പ്രാപിച്ചല്ലാതെ ഇന്ന് രാത്രി ഞാൻ യോഗത്തിനകത്തുനിന്ന് എഴുന്നേറ്റ് പോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ പറയണം, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഫലത്തിനെതിരെ വാഴുന്ന ചില കല്ലേറുകൾ ആ കരമടിക്കുന്ന ആരുടെയൊക്കെയോ മുഖത്ത് നോക്കി ഇന്ന് രാത്രിയിൽ ഒരു അഭിഷക്തനെ തിരിഞ്ഞ് ഞാൻ പ്രവചിച്ചു ദൂത് പറയാ, ഇത് നിന്റെ കൊയ്ത്തിന്റെ മാസമാകട്ടോ, ഇത് നിന്റെ ഫലത്തിന്റെ മാസമാണ്. വിശ്വസിച്ചാമയം പറ. വേദപുസ്തകത്തിനകത്ത് 3-ാം മാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു അത്ഭുതത്തിന്റെ മാസമാണെന്ന്. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. പെട്ടകം കൊണ്ടുവച്ച വീടിനകത്ത് ഒരു 3 മാസം മാത്രമേ പെട്ടകം ഇരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ കൂടാരത്തെ സ്വർഗം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഏതൊക്കെയോ നന്മയുടെ, ഗ്രോത്തിന്റെ, അത്ഭുതത്തിന്റെ, ദൈവപ്രവൃത്തിയുടെ, വാഗ്ദത്തത്തിന്റെ, കണ്ണുനീരിന്റെ, ഉപവാസത്തിന്റെ, ആത്മശക്തിയുടെ, ആത്മതപനത്തിന്റെ ഒക്കെ ഒരു ഫലശേഖരണത്തിന്റെ മാസമാണ് ഈ മാർച്ച് മാസം എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറയണോ, അതിനെതിരെ കല്ലേറ് നടത്തുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ഇന്ന് രാത്രി ജയിക്കാനുള്ളൊരു ദൈവകൃപയുടെ ആത്മാവ് സ്വർഗം ഞങ്ങളെ ശിരസിനകത്ത് കൽപ്പിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എന്താ അഭിഷക്തനെ ഈ ഫലം എന്ന് പറഞ്ഞാൽ? ഫലം 2 രീതിയിൽ വെളിപ്പെട്ടു വരും കേട്ടോ. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ താളുകൾ തുറന്ന് പരിശുദ്ധാത്മ പറയുക, ഫലം എന്ന് പറഞ്ഞാൽ 2 മേഖലകളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കണം. ഒന്നാമത്തെ ഫലം എന്ന് പറയുന്നത് ഭൗതിക വിഷയത്തിനകത്തുണ്ടാകുന്ന ഫലമാണ്. എന്നാൽ 2-ാമത്തെ ഫലം ആത്മീയ വിഷയത്തിനകത്തുണ്ടാകുന്ന ഫലമാണ്. ഭൗതിക വിഷയത്തിലും ഒരു ദൈവ കുഞ്ഞിന്റെ മേൽ ഫലം വെളിപ്പെട്ടു വരും, ആത്മീയ വിഷയത്തിന്മേലും ഒരു ദൈവ കുഞ്ഞിന്റെ മേൽ ഫലം വെളിപ്പെട്ടു വരും. യോവേൽ എന്ന് പറയുന്ന പ്രവാചകൻ 2-ാമത്തെ അധ്യായത്തിൽ പ്രവചിക്കുമ്പോൾ ആ മനുഷ്യൻ ആദ്യത്തെ മേഖലകളിലെല്ലാം വിട്ടില് തിന്ന് ശേഷിപ്പിച്ചത്, തുള്ളൻ തിന്ന് ശേഷിപ്പിച്ചത്, പച്ചപ്പുഴു തിന്ന് ശേഷിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് പറയാ, തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങളെ ഞാൻ നിനക്ക് മടക്കിത്തരാം. അന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ സമയം പോലും നിനക്ക് തിരിച്ചു കിട്ടുമെന്ന ആ വാക്കിന്റെ അർത്ഥം. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാര് പറയുന്നുണ്ടോ, പാസ്റ്ററേ എന്റെ കുറെ മാസങ്ങൾ നഷ്ടപ്പെട്ടു പോയി, പാസ്റ്ററേ എന്റെ കുറെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പറയ, ഒരു ഫലത്തിന്റെ സമയമാകട്ടെ. വിട്ടില് തിന്ന് ശേഷിപ്പിച്ച
ശേഷിപ്പിച്ചത്, പുഴു തിന്ന് ശേഷിപ്പിച്ചത്, പച്ചപ്പുഴു തിന്ന് ശേഷിപ്പിച്ചതൊക്കെ ഇന്ന് രാത്രി ആ സമയങ്ങളെ ദൈവം നിനക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ ഒരു ഫലത്തിന്റെ സീസണാണിതെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാ. ആ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് യോഗവേൽ അവിടെ അവസാനിപ്പിക്കാതെ, ദൈവദാസനെ അഭിഷക്തനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരെ അവിടെ യോവേൽ അവസാനിപ്പിക്കാതെ അടുത്ത അധ്യായത്തിൽ യോവേൽ പറയാ ഇനിയും ഒരു ഫലം നിനക്കുണ്ട്. അതെന്താ? നഷ്ടപ്പെട്ടത് മാത്രം നിനക്ക് തിരിച്ചു തരുന്ന ഭൗതിക നന്മയുടെ കേന്ദ്രം മാത്രമല്ല പടച്ച തമ്പുരാൻ, പിന്നെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും അവൻ തന്റെ ആത്മാവിനെ കൂടെ പകരോ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മീയതയെ ദൈവം തിരിച്ചു പിടിച്ചുകൊണ്ട് തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഭൗതികത്തെ ദൈവം തിരിച്ചു പിടിച്ചുകൊണ്ട് തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങളെ ദൈവം മടക്കിക്കൊണ്ട് തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ദൈവം തിരിച്ചു പിടിച്ചുകൊണ്ട് തരും. ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ തന്നെ പറയുന്ന അന്യഭാഷകളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ നിന്റെ ദൈവ സ്നേഹത്തെ അവൻ തിരിച്ചു പിടിച്ചതൊരു ഫലശേഖരണത്തിന്റെ മാസമാണ്. രക്തത്താൽ 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 രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം ചെയ്യം, യേശുവ രക്തം, രക്തം ചെയ്യം. 4 വർഷം കഠിനമായി അധ്വാനിച്ചു പാസ്റ്റേ, 4 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഫലത്തിന്റെ സമയമായപ്പോഴത്തേക്കും നിയമം തിരിഞ്ഞു എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടോ? കഴിഞ്ഞ ദിവസവും ഞാനൊരു ബ്രദറിനെ കണ്ടു. അവൻ നന്നായി പഠിച്ചതാ. അവൻ ഇന്റർവ്യൂവിന് വേണ്ടി അവൻ ദുബായ്ക്കൊക്കെ അയച്ചു ഇന്റർവ്യൂ ലെറ്റർ. അതെല്ലാം പാസ്സായി. അവൻ ഓഫർ ലെറ്റർ വന്നു, ഡേറ്റ് ഇട്ടു, ടിക്കറ്റ് അവർ അവിടുന്ന് എടുത്തു കൊടുത്തു. അപ്പോൾ അതേണ്ടേ യുദ്ധത്തിന്റെ ശ്രുതികൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അവൻ പറയും ജീവിതം ഉടഞ്ഞു പാസ്റ്റേ, ഇനി എന്നാണ് ഈ യുദ്ധത്തിന്റെ ശ്രുതികൾ തീരുന്നത്? ഇല്ല, എനിക്കിനി കയറിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, കഴിഞ്ഞ കുറെ വർഷങ്ങൾ പഠിച്ചതിന്റെ റിസൾട്ട് നമ്മുടെ തലമുറകൾ പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ നിയമങ്ങൾ അവർക്കെതിരാക്കി കളയുന്ന ഒരു പൈശാചിക മണ്ഡലങ്ങൾ, കാലാവസ്ഥകൾ അവർക്കെതിരെ തിരിക്കുന്ന ഒരു കാല്ലേറിന്റെ ആത്മാവ് ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവർ പറയണം ഫലത്തിന്റെ സമയമായെങ്കിൽ ഞാനത് പ്രാപിക്കും പിശാചേ, കൊയ്ത്തിന്റെ സമയമാണെങ്കിൽ ഞാനത് മേടിച്ചെടുക്കും പിശാചേ. ഇനി കരകവിഞ്ഞൊഴുകുന്ന നേതൊക്കെ യോർദാൻ നദീതീരത്തിന്റെ നടുവിൽ ഞാൻ നിന്നാലോ എന്റെ കൊയ്ത്തിനെ നശിപ്പിക്കാൻ ഒരു പൈശാചിക ശക്തികൾക്കും കഴിയാത്ത രീതിയിൽ ഫലത്തിന്റെ സീസണെതിരെ കല്ലേറ് നടത്തുന്ന ദുരാത്മാവിനെ ഇന്ന് രാത്രി ഞങ്ങൾ ജയിക്കുമെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അപ്പൊ ഒന്നാമത്തെ കല്ലേറ് ഫലത്തിന് നേരെ ഉണ്ടാകുന്ന കല്ലേറ. ഇനിയും രണ്ടാമത്തെ കല്ലേറ് നിങ്ങൾ കേൾക്കണം. അതേ മത്തായിയുടെ സുവിശേഷം തന്നെ 23-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം നോക്കാമോ അഭിഷക്തനെ? രണ്ടാമത്തെ കല്ലേറ് മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിനകത്ത് കിടക്കുകയാണ്. വായിക്കാമോ? യെരൂശലേമേ, 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 പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ. ആ വാക്ക് നിങ്ങൾ കണ്ടോ? നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ എന്ന് പറയുക. ഈ കല്ലേർ എന്തോത്തിന് നേരെയുള്ള കല്ലേറ? അതറിയണമെങ്കിൽ 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതേ അധ്യായം തന്നെ 29 മുതൽ 30 വരെയുള്ള വാക്യം. അവിടെ കിടക്കുന്നത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും. അത്രയും മതിയെന്ന എന്റെ ചിന്ത. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ പ്രവാചകന്മാരെ എന്ത് ചെയ്യുക? കല്ലെറിയ എന്ന് വെച്ചാൽ ഇത് കപടഭക്തിക്കാരുടെ കല്ലുകളാണ് ഈ വാക്യം പറയുന്നേ. ഒന്നാമത്തെ കല്ലേറ് നിന്റെ ഫലശേഖരണത്തിനെതിരെയുള്ള കല്ലേറാണെങ്കിൽ ഇവിടെ കപടഭക്തിക്കാരുടെ കല്ലുകളാ. കപടഭക്തിക്കാരുടെ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ആന്റിമാരെ അത് ഭക്തിക്ക് നേരെ കപടഭക്തി ഉള്ളവൻ എറിയുന്ന കല്ലേറാ. ഭക്തിക്ക് നേരെ എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ, കൃപയുള്ള നിനക്കെതിരെ, നീ ഒന്ന് അഭിഷേകത്തെ കയറി വരാൻ ശ്രമിക്കുമ്പോൾ ഭക്തി ഇല്ലാത്തവൻ നിനക്ക് നേരെ നടത്തുന്ന കല്ലേറായത്. ഇന്ന് രാത്രിയിൽ ആ വാക്യത്തെ അടിവരയിട്ട് ഞാൻ ആത്മാവി പറയാം. കൃപയുള്ളവനെ കേറ്റിക്കൊണ്ടുവരാതെ വാഴുന്ന സകല കപടഭക്തിയുടെ ആത്മാവിനെ എന്റെ സ്വർഗം കീറിക്കളയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. രക്ഷിക്കപ്പെടാൻ സമ്മതിക്കത്തില്ല അഭിഷക്തനെ, സ്നാനപ്പെടാൻ സമ്മതിക്കത്തില്ല, വേർപെട്ട ദൈവത്തിന്റെ കുഞ്ഞിന്റെ സഭയ്ക്കകത്ത് വരാൻ സമ്മതിക്കത്തില്ല. കപടഭക്തിക്കാരെറിയുന്ന ചില കല്ലുകൾ ഇന്ന് രാത്രി ട്രിവാൻഡ്രം പട്ടണത്തെ അടക്കി ഭരിക്കുന്ന ദുർഭൂതത്തിന്റെ ആത്മാവിനെ നോക്കി വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറയണം, ചിലർ രക്ഷിക്കപ്പെടാൻ പോവുക, ചില സ്നാനപ്പെട്ട് ഭക്തിക്കകത്ത് നിൽക്കാൻ പോവുക, ഇതുവരെ ഞങ്ങൾ കാണാത്ത ചില ബാപ്റ്റിസം മിനിസ്ട്രിയിലേക്ക് ഞങ്ങൾ കയറാൻ പോവുക. പക്ഷേ അതിന് നേരെ നീ എന്തെല്ലാം കപടഭക്തിയുടെ കല്ലുകൾ വാരിയെറിഞ്ഞാലും, ഭക്തിക്ക് നേരെ ഏതെല്ലാം കപടഭക്തിയുടെ കല്ലുകൾ വാരിയെറിഞ്ഞാലും ജയിക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. അപ്പോൾ ഒന്നാമത്തെ കല്ലേറ് ഫലശേഖരണത്തിനെതിരെയുള്ളതാണെങ്കിൽ രണ്ടാമത്തെ കല്ലുനേറ് ഭക്തിക്ക് നേരെ കപടഭക്തിക്കാരെറിയുന്ന കല്ല. എന്നാൽ മൂന്നാമത്തെ കല്ലുനേറ് കുറേയും കൂടെ റെവലേഷൻ ഉള്ളൊരു വാക്കാണ്. പ്രവൃത്തിയുടെ പുസ്തകം 7:58 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ.
അറിയാമല്ലോ. എങ്കിലും എടുത്തു വായിക്കണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 58-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ കല്ലേറ് നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്തിയുടെ പുസ്തകം അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. കണ്ടോ? പുറത്താക്കി കല്ലെറിഞ്ഞു. ഈ കല്ലെറിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 54-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ: ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി. ഏത് കേട്ടപ്പോഴാണെന്നറിയാമോ? അതിന്റെ തൊട്ടുമേലത്തുള്ള വാക്യത്തിനകത്ത് ആമേൻ ദൈവത്തിന്റെ മഹത്വം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള പ്രവാചക ശബ്ദം അഭിഷക്തം പറയുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു മനുഷ്യൻ ഒരു സ്റ്റേജിനകത്ത് നിന്ന് പ്രസംഗിക്കുക, കേൾവിക്കാരെല്ലാം കൂടെ കേട്ടോണ്ടിരിക്കുക. പ്രസംഗത്തിന്റെ ഡെപ്ത് ചെറുതൊന്നുമല്ല. അബ്രഹാം തുടങ്ങുന്ന ചരിത്രം വിശുദ്ധി ഒറ്റ പ്രസംഗേ പ്രസംഗിച്ചോളൂ. ഒരു സ്തോത്രം പറഞ്ഞേ, മതിയല്ലോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 10,000 പ്രസംഗം പ്രസംഗിച്ചിട്ട് ഒരു കുലുക്കോ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പാട്ടേ പാടിയോളെങ്കിൽ ചലിക്കണം. സ്തോത്രം. ഒറ്റ പ്രസംഗം പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടിയോളെങ്കിൽ ചലിപ്പിക്കണം. സ്തോത്രം. ഒറ്റ പ്രസംഗം സ്തേഫാനോസിന് ഒറ്റ മെസ്സേജ് ഒരു സ്റ്റേജ് കിട്ടിയോളാ, ഒരൊറ്റ കിട്ടിയോളൂ. അതും പുള്ളിയുടെ അടക്ക ശുശ്രൂഷ ഒരുമിച്ചായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ, മതിയല്ലോ. പട്ടണത്തെ ചലിപ്പിച്ചില്ലേ? അബ്രഹാം മുതൽ തുടങ്ങുന്ന ചരിത്രം പ്രസംഗിച്ചു, ആമേൻ പറഞ്ഞു നിർത്തി. അതുവരെ അവർക്ക് ഓക്കെയാ. പക്ഷെ ലാസ്റ്റ് ഒരു റെവലേഷൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റണില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ആർക്കും കാണാൻ കഴിയാത്തൊരു സ്വർഗവും, സ്തോത്രം, ആർക്കും കിട്ടാത്തൊരു റെവലേഷനും 1000 പേരിൽ ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 999 ഇഷ്ടപ്പെടുകയില്ല. ഒരു സ്തോത്രം പറയാമോ? വൺസ് അഗൈൻ, ആർക്കുമില്ലാത്തൊരു കൃപയും ആർക്കുമില്ലാത്തൊരു ദൈവശക്തിയും ഒരുത്തിന് മാത്രം ഉണ്ടെങ്കിൽ കിട്ടാത്തവൻ അവന് നേരെ കല്ലെറിയും. സ്തോത്രം. ഇതൊരു ലോകത്തിന്റെ തത്വമല്ല, ഇതൊരു സ്പിരിച്വൽ വാക്കാണ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പറയാം, ഒരുപക്ഷെ നമ്മൾ ഇന്നും ഈ എന്താ പറയുന്നേ, ഒരു സാധാരണ പ്രസംഗവും പ്രസംഗിച്ചൊരു സാധാരണ മനുഷ്യരെ പോലെ നടന്നാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആർക്കെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സ്റ്റെപ്പും കൂടെ മുകളിലോട്ട് നിന്നൊരു ദൈവപ്രവൃത്തിയുടെ കരം നമ്മുടെ മേൽ ചലിച്ചു തുടങ്ങിയാൽ, എന്തെങ്കിലും ഒരു സംതിങ് സ്പെഷ്യാലിറ്റി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ടു തുടങ്ങിയാൽ ആ മനുഷ്യനെ നേരെ അപ്പം തന്നെ കല്ലെറിയും. കൊട്ടാരക്കരക്കാർ സാധാരണ ഞങ്ങൾ എപ്പോഴും പറയുന്ന പഴഞ്ചൊല്ലുകളിൽ ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: കല്ല് ആർക്ക് നേരെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഫലമുള്ള മരത്തിന് നേരെ എന്ത് ഉണ്ടാവത്തുള്ളൂ? കല്ല്. അതങ്ങനെയല്ല. അതൊരു നല്ല ഭാഷ ഞാൻ അങ്ങനെ പറഞ്ഞാലേ പറ്റത്തുള്ളൂ. സാന്നിധ്യം വ്യാപരിക്കുന്ന സ്ഥലം ആകയാൽ ഇതിന് നേരെ മാത്രമേ കല്ലേറുണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരുത്തിന് മാത്രം ഒരു റെവലേഷൻ, ഒരുത്തിന് മാത്രം ഒരു വെളിപ്പാട്, അവൻ മാത്രം ഒരു സ്വർഗം കാണുക, അവൻ മാത്രം ഒരു വെളിപ്പാട് പ്രാപിക്കുക. മറ്റുള്ളവന് ഇഷ്ടപ്പെട്ടില്ല അച്ഛാ, അവനെ നേരെ കല്ലേറ് നടത്തുക. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെ നോക്കി പറയാം, ഇതുവരെ കാണാത്ത കാഴ്ചകൾ ദൈവം നമ്മളെ കാണിക്കട്ടെ. ഇതുവരെ കിട്ടാത്ത ചില വെളിപ്പാടുകളിലേക്ക് ദൈവം നമ്മളെ കയറ്റട്ടെ. ഇതുവരെ നിന്റെ തലമുറയ്ക്കില്ലാത്ത ചില റെവലേഷനകത്തേക്ക് സ്വർഗം നമ്മളെ കയറ്റട്ടെ. ഇതുവരെ നമ്മൾ പ്രസംഗിക്കാത്ത ചില പ്രസംഗത്തിന്റെ വെളിപ്പാടുകൾ സ്വർഗം നമ്മുടെ നാവിനകത്ത് തകരട്ടെ. അഭിഷക്തനെ, ഇതുവരെ നമ്മൾ പാട്ടുപാടിയിട്ടും ചലിക്കാത്തതുപോലൊരു ദൈവ സാന്നിധ്യം ഇനിയുള്ള യോഗങ്ങൾക്കകത്ത് ചലിച്ചു തുടങ്ങട്ടെ. അത് സംഭവിക്കപ്പെടുമ്പോൾ ഉറപ്പാണ് മറ്റുള്ളവർ നമ്മുടെ നേരെ കല്ലുകൾ നടത്തും. പക്ഷേ അതിന്റെ നടുവിലും ഒരു സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണ് തുറന്ന് കാണാൻ ദൈവം ഭാഗ്യം തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇനി പറയുന്ന വാക്ക് പ്രധാനപ്പെട്ടൊരു വാക്കാണ്. 3 കല്ലേറുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഫലശേഖരണത്തിനെതിരെയുള്ള കല്ലേറുകൾ, രണ്ടാമത്തെ കല്ലേറ് നിറഞ്ഞ ഭക്തിക്ക് നേരെ കപടഭക്തിക്കാർ എറിയുന്ന കല്ല്, മൂന്നാമത്തെ ദർശനത്തിന് നേരെയും വെളിപ്പാടിന് നേരെ സ്തേഫാനോസിന് നേരെ ഉണ്ടാകുന്ന കല്ലേറുകൾ. ഇനി പറയുന്ന കല്ലേറ് കുറേ കൂടെ ഗൗരവമുള്ളൊരു വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യം. നിർത്തി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. യേശു ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിലേക്ക് ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. യേശു കർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് ജനമെല്ലാം കൂടെ കൂടി വന്നു. അച്ഛാ, ഞാൻ അങ്ങ് വായകത്തിൽ വായിച്ചു വിട്ടോട്ടെ. അടുത്ത വാക്ക്: അവൻ ഇരുന്നവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് യേശുവിന്റെ അടുക്ക കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, IPC 343 പറയുന്ന ഇവിടെ കല്ലെറിഞ്ഞ് എന്ത് ചെയ്യണം? കൊല്ലറണം. നാട്ടുകാരെല്ലാം കൂടെ സിസ്റ്റവും ഷെഡ്യൂളും കൂടെ എല്ലാം എടുത്ത് നടത്തിയപ്പോൾ യേശു പറഞ്ഞു, ചുമ്മാതെ IPC ഷാരോണും ഇൻഡിപെൻഡന്റ് AG ഒക്കെ അവിടെ നിൽക്കട്ടെ, തൻ്റെ ഉണ്ടെങ്കിൽ പാപമില്ലാത്തവൻ എന്ത് ചെയ്യണം? കല്ലെറിയണം. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ കല്ല് താഴെ ഇട്ടേച്ചു പോയി. നാട്ടുകാരെല്ലാം കൂടെ കല്ല് താഴെ ഇട്ടേച്ചു പോയപ്പോൾ യേശു ഇങ്ങനെ കൈയടിച്ച് വിളിച്ചിട്ട്, തോമസേ പോവല്ലേ, എന്തോ ഇങ്ങ് വായു, എന്തോ കല്ല് താഴെ ഇട്ടോ അച്ഛാ? തോമസ് പറഞ്ഞ് കല്ല് താഴെ ഇട്ടു. എൻ്റെ കല്ല കർത്താവ്, ആ കിടക്കുന്ന എൻ്റെ കല്ല. ആഹാ, ഇന്നലെ ഇച്ചിരി സിഗരറ്റ് വലിച്ചായിരുന്നു, അതുകൊണ്ടാണ് കല്ല് താഴെ ഇട്ടല്ലേ? യേശു ചോദിച്ചെന്നോ? ഇല്ലെന്നോ? ഇല്ല. സ്തോത്രം. സൂസി പോവല്ലേ, എന്തോ ഇങ്ങ് വായു, എന്തോ കല്ല് താഴെ ഇട്ടോ? എൻ്റെ കല്ല കർത്താവ്, തോമസിന്റെ അപ്പുറം കിടക്കുന്ന വലിയ കല്ലില്ലേ, അത് ഞാൻ കൊണ്ടുവന്നത്. ആഹാ, ഇന്നലെ ഭർത്താവിനോട് ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ, അതുകൊണ്ടാണ് കല്ല് താഴെ ഇട്ടെ. യേശു ചോദിച്ചോ? ഇല്ല. അതിനർത്ഥം കല്ല് താഴെ ഇട്ടവന് പാപം ഇല്ലെന്നാണോ? അല്ല, പാപം ഉണ്ട്. പക്ഷെ ആ പാപം ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അത് മറഞ്ഞിരിക്കുന്ന പാപമെന്ന് ഞാൻ പറയും.
മറഞ്ഞിരിക്കുന്ന പാപം. ഇനി കേൾക്കണേ, അപ്പുറം നിൽക്കുന്ന ആന്റി കണ്ടോ, പ്രദർശിക്കപ്പെട്ടവളാണ്. അവളുടെ പാപം മറഞ്ഞിരിക്കുന്നതാണോ വെളിപ്പെട്ട് നിൽക്കുന്നതാണോ? വെളിപ്പെട്ട് നിൽക്കുന്നത്. സ്തോത്രം. അപ്പൊ 2 പാപങ്ങളുടെ ലിസ്റ്റുകൾ കർത്താവ് നിരത്തുക. ഒന്ന് വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, 2 മറഞ്ഞിരിക്കുന്ന പാപം. ഒന്ന് ചേർത്ത് പറയാമോ? 1 വെളിപ്പെട്ട് നിൽക്കുന്ന പാപം, 2 വെളിപ്പെട്ട് നിൽക്കുന്ന പാപം ആരുടേതാ? ആ സ്ത്രീയുടെ. മറഞ്ഞിരിക്കുന്നതോ? കല്ലെറിയാമെന്ന അച്ചാച്ചന്മാരുടെ പാപം. ഇനി എൻ്റെ ഒരു കൊച്ചു ചോദ്യം, നമ്മുടെ പാപം, ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളെല്ലാവരും വർഷിപ്പ് ചെയ്യുന്ന ഈ പാവപ്പെട്ട ഈ മോനെ എത്ര നേരം കൊണ്ട് നിൽക്കുക അവൻ. അപ്പം നമ്മളെല്ലാവരുടെയും പാപം, നമ്മുടെ പാപം വെളിപ്പെട്ട് നിൽക്കുന്നതാണോ മറഞ്ഞിരിക്കുന്നതാണോ? അത് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും സ്വർഗ്ഗത്ത് പോവും. സത്യം പറഞ്ഞല്ലോ. സ്തോത്രം. മറഞ്ഞിരിക്കുന്നത് ഇതാർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്, ആണെന്നോ അല്ലെന്നോ? അതെ. എപ്പോഴും ഞാനൊരു ചർച്ച ചോദിക്കുന്ന കൊച്ചു ചോദ്യങ്ങളിൽ ചോദ്യം, കർത്താവിൻ്റെ ദാസം വന്നിട്ട് ഒരു കൊച്ചു ചർച്ച, ഞങ്ങളുടെ കൊച്ചു ചേർന്ന് സ്തോത്രം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ്, ഈ തലേ സ്ക്രാഫ്റ്റ് ഇരിക്കുന്ന നമ്മളാണോ യഥാർത്ഥം നമ്മൾ? ആണെന്നോ അല്ലെന്നോ? അല്ല. എന്താ പറഞ്ഞാലും സ്തോത്രം പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് മഹത്വം. ഈ പറയുന്ന നമ്മളാണോ യഥാർത്ഥം നമ്മൾ? അല്ല. അല്ലെന്ന് നമുക്കും അറിയാം, പടച്ച തമ്പുരാനും അറിയാം. പിന്നെ നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ പാസ്റ്ററെ, അത് പാസ്റ്റർ 1.5 മണിക്കൂറൊന്നും ഇവിടെ നിന്ന് നടക്കുകയില്ല. അടുത്തൊരു മാസം ഫ്രീ ആണോ? ആണല്ലോ. ഞങ്ങളുടെ വീട് വരെ വരാമോ? ഒരു മാസം ഞങ്ങളുടെ കൂടെ താമസിക്കാമോ? ഞങ്ങൾ ആരാന്ന് കൃത്യമായിട്ട് പാസ്റ്റർ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്തിരിക്കുന്ന വേറൊരു പുള്ളിക്കാരൻ ഉണ്ട്. അവനാണ് ഈ മറഞ്ഞിരുന്ന് കളിക്കുന്ന പൈശാചിക മണ്ഡലം. സ്തോത്രം. നിൽക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇവരെല്ലാം കൂടെ കല്ല് താഴെ ഇട്ടു. ഞാൻ പറയുന്ന വെച്ചാൽ ഈ കല്ല് എറിയുന്നവനുണ്ടല്ലോ, കല്ലെറിയുന്നവൻ, പാപമുള്ളവൻ, സത്യത്തിൽ ഈ പാപിയായി കല്ലേറ് കൊള്ളാൻ നിൽക്കുന്ന സ്ത്രീയുടെ പാപത്തെക്കാൾ പാപത്തിൽ PhD എടുത്ത പുള്ളിക്കാരെ കല്ലെറിയപ്പെടേണ്ടവളുണ്ടല്ലോ, ദ്രോഹിക്കപ്പെടേണ്ടുള്ള അവളെ പാപത്തെക്കാൾ പാപത്തിൽ PhD എടുത്തവരാര്? ഈ കല്ല്. പിന്നെ അവരുടെ പാപം ആർക്കും അറിയത്തില്ലെന്നുള്ള ഉറപ്പില്ലേ കല്ലുമായിട്ട് എന്ത് ചെയ്യുന്നേ? ആണെന്നോ അല്ലെന്നോ? അതെ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ താഴെ കമന്റ് ഇടുന്ന കുറെ പേരെ കണ്ടിട്ടില്ലേ? സത്യത്തില് ഈ പ്രദർശിക്കപ്പെട്ട ആളെക്കാൾ പാപത്തെക്കാൾ പാപത്തിൽ PhD എടുത്ത ആളാണ് ഈ കമന്റ്. സ്തോത്രം. പിന്നെ ആ കമന്റ് ഇടുന്നവന്റെ പാപം ആർക്കും അറിയത്തില്ലെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പുള്ളി കമന്റ് ചെയ്യുന്നേ. അപ്പോഴാ കർത്താവ് പറയുന്നത് ഈ പാപം ഇല്ലാത്തവന് കല്ലെറിയട്ടെ എന്നല്ല, കമന്റ് ഇടട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കൂടെ പ്രദർശിക്കപ്പെട്ട് വന്നാൽ എവിടെ പോയിരിക്കും? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അത്രേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ ഇവരെല്ലാം കൂടെ കല്ല് താഴെയിട്ടിട്ട് പോയി. ഇനി ഞാനൊരു ദൂത് പറയാൻ വരുക. ദൂതെന്നോ വെളിപ്പാടെന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. ഈ സ്ത്രീ രക്ഷപ്പെട്ടോ ആന്റിമാരെ? ഈ സ്ത്രീ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ കാരണം അത് തന്നെ. ആര്? യേശു. രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. ഒന്നുകൂടെ, രക്ഷപ്പെട്ടോ? നിങ്ങൾ പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും ഒന്നുകൂടെ ചോദിക്കുക, രക്ഷപ്പെട്ടോ? രക്ഷപ്പെടാൻ കാരണം യേശു. കല്ല് മുറത്ത് വീണോ? ഇല്ല. കല്ല് പിന്നെ അവിടെ പോയി, താഴെ പോയി. അപ്പൊ അവള് രക്ഷപ്പെട്ടെ? അധ്യായം തീർന്നോ അവിടെ? അല്ല, വിഷയം അവിടെ തീർന്നോ? തീർന്നെന്നോ ഇല്ലെന്നോ? തീർന്നു എന്നൊക്കെ തോന്നും. പക്ഷെ പിശാച് കല്ലെറിയുന്നവനാകുന്നതുകൊണ്ട് അവൻ അടുത്ത റല ഒരുക്കി. ഈ അധ്യായത്തിന്റെ തുടക്കം കല്ലേറ് കൊള്ളാൻ നിൽക്കുന്ന ഒരു ആന്റി, അവൾ രക്ഷപ്പെട്ട ചരിത്രം. ഈ അധ്യായം തീരുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഈ അധ്യായം അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? 59-ാമത്തെ വാക്യം. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു, യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. അപ്പോൾ അവർ അവനെ, അവളെ അല്ല, അവളെന്ത്? അവള് രക്ഷപ്പെട്ടു. പക്ഷെ കല്ലുമായി നിന്ന് അച്ചാമാർക്ക് ഒരു സ്വസ്ഥതയില്ല. അവർക്ക് ആരെങ്കിലും എന്ത് ചെയ്യണം? അങ്ങനെ ഇന്നാണെന്നില്ല, കിട്ടുന്നവനെ കല്ലെറിയണം. അവള് രക്ഷപ്പെട്ടു. പക്ഷെ കല്ലുമായി നിന്ന് അച്ചായന്മാർ അധ്യായം തീരുന്നതിനേക്കാൾ മുമ്പ് കല്ല് വീണ്ടും എടുത്തു. ആരെ അറിയാനാ? യേശുവിനെ അറിയാൻ. ഇവർക്കൊരു കാര്യം മനസ്സിലായിച്ചാ, ഇവൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവളെ കല്ലെറിയാൻ പറ്റാത്ത. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അവനെ അങ്ങ് കൊല്ലാം. ആ ഇടിവ് നിൽക്കുന്ന അവനെ അങ്ങ് തകർക്കാം, അവനെ അങ്ങ് നശിപ്പിക്കാം. അവന് നേരെ ഇപ്പൊ കല്ലേറ് നടത്തുന്നേ. നീ ആർക്കെങ്കിലും എതിരെ നിൽക്കുന്നെങ്കിൽ, ഇതിന്ന് രാത്രി മിനിസ്ട്രി ചെയ്യുന്നവരോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നൊരു കൊച്ചു ദൂതാണ്. അച്ഛാ, ആ മിനിസ്ട്രിയൊക്കെ ഭയങ്കര സന്തോഷമാണ്, കേൾക്കാനൊക്കെ വലിയ ആനന്ദമാണ്. പക്ഷെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, ശുശ്രൂഷയുടെ ഇടയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടി അല്ല. ഒരു പക്ഷെ ഇടയിൽ നിന്ന് കരയുമ്പോൾ ഉപവസിക്കുമ്പോഴൊക്കെ ജനം അങ്ങ് രക്ഷപ്പെട്ടു പോകും. പക്ഷേ ആ കല്ലുകളെല്ലാം പൈശാചിക മണ്ഡലം പ്രാർത്ഥിക്കുന്നവന് നേരെ എടുത്തുയർത്തുന്നൊരു വല്ലാത്ത കാലഘട്ടമായി ഇന്ന് രാത്രിയിൽ. നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന അഭിഷക്തന്മാരെ ഓർത്തൊന്ന് സ്തോത്രം പറയാമോ? നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ലീഡേഴ്സിനെ ഓർത്തൊന്ന് സ്തോത്രം പറയാമോ? സകല അഭിഷക്തന്മാർക്ക് നേരെ, ഉപവസിക്കുന്നവർക്ക് നേരെ, ആമേൻ, ശുശ്രൂഷയുള്ളവന് നേരെ, ഇടിവിൽ നിൽക്കുന്നവന് നേരെ, മധ്യസ്ഥ അടയ്ക്കുന്നവന് നേരെ പൈശാചിക മണ്ഡലങ്ങൾ എടുത്തുയർത്തുന്ന സകല ഭീഷണിയുടെ കല്ലുകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയിക്കാൻ ഒരു ദൈവകൃപയുടെ ആത്മാവ് ഞങ്ങളെ ശിരസിനകത്ത് വാഴുമവിന്.
ഞാൻ ഇതിനെ വിളിക്കുന്ന പേര് ആവർത്തനത്തിന്റെ കല്ലെന്നാണ്. ആവർത്തനത്തിന്റെ കല്ല്. ഒരിക്കൽ അവർ കല്ലെടുത്തു, രക്ഷപ്പെട്ടു അവള്. ആമേൻ. അപ്പോൾ അവർ വീണ്ടും ആ കല്ലെടുക്കുക. ഇതൊരു ബിബ്ലിക്കൽ ടോൺ ആണ് കേട്ടോ. ആമേൻ. സിംഹം സത്യത്തിൽ വന്നത് ആടിനെ വിഴുങ്ങാനാച്ച. ആടിനെ വിഴുങ്ങാനാ ദൈവദാസനെ സിംഹം വന്നത്. പക്ഷെ സിംഹം ആടിനെ വിഴുങ്ങി എന്നുള്ളത് സത്യമാ. അപ്പോഴാ ഒരു ഇടയൻ പുറത്തു വന്നത്. ആ ഇടയൻ സിംഹത്തിനു നേരെ പിന്തുടർന്നു. ദാവീദ് പറയുക, എനിക്ക് ഇരിപ്പുറക്കണില്ല, എന്റെ കൂട്ടത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ സിംഹം പിടിച്ചു കൊണ്ടുപോയി, എനിക്ക് ഇരിപ്പുറക്കുന്നില്ല അഭിഷക്തനെ, അതുകൊണ്ട് ഞാൻ സിംഹത്തിന് നേരെ പിന്തുടർന്നു. ഞാൻ ഫോൺ എടുത്തിട്ട്, ഹലോ പ്രവാചകനാണോ? അതേ പ്രവാചകനാ. എന്റെ ഒരു ആടിനെ വിഴുങ്ങിക്കൊണ്ടുപോയി. വല്ല ദൂതും വെളിപ്പെട്ടു വരുന്നുണ്ടോ? ഏത് ഡേറ്റിൽ ആട് തിരിച്ചു വരും? അതൊന്നും ചോദിക്കാൻ ഞാൻ നിന്നില്ല. ആ സിംഹത്തിന് നേരെ ഞാൻ പൂർവാധിക ശക്തിയോടെ ഇറങ്ങി തിരിച്ചു. എന്നിട്ട് എന്റെ ആടിനെ വിഴുങ്ങി ആ സിംഹത്തിന്റെ വായിന്ന് എന്റെ ആട്ടിൻകുട്ടിയെ ഞാൻ വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്റെ ആട് രക്ഷപ്പെട്ടോ? എന്റെ ആട് രക്ഷപ്പെട്ടു. അപ്പോഴും അടുത്ത ചോദ്യം, ഇടയനെ നിനക്കെതിരെ ഫൈറ്റിംഗ് ഉണ്ടായോ? ആമേൻ. ഇടയൻ പറയുന്നു, എനിക്ക് നേരെ ഒരു ഫൈറ്റിംഗ് ഉണ്ടായി, എന്റെ ആട് രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇപ്പോൾ സിംഹം ചാടി വീഴുന്നത് എന്റെ മേലാണ്. ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് ശുശ്രൂഷയുള്ള സകല ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോട് പറയാ, നിന്റെ പ്രാർത്ഥന മുഖാന്തരം ചിലർ രക്ഷപ്പെടും, നിന്റെ ഉപവാസം മുഖാന്തരം ചിലർ വിടിവിക്കപ്പെടും, നീ മുഖാന്തരം ചിലർ രക്ഷയിലേക്ക് വരും. പക്ഷെ പൈശാചിക ശക്തികൾ അടങ്ങിയിരിക്കത്തില്ല. നിന്റെ കൂടാരത്തിന് നേരെ അവൻ ഫൈറ്റ് ചെയ്യും, നിന്റെ ശുശ്രൂഷകൾക്ക് നേരെ അവൻ ഭീഷണി ഉയർത്തും. അവൻ അറിയാം നീ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ വേരുറച്ചിരിക്കുന്നത് കൊണ്ടാ ഈ നാട്ടിൽ ഇത്രയും ദൈവപ്രവൃത്തി നടക്കുന്നത്. എന്നാ പിന്നെ നിന്നെ തകർക്കാൻ പൈശാചിക ശക്തികൾ അവന്റെ പൂർവാധികം ബലത്തോടെ വരുമ്പോൾ ഇന്ന് രാത്രി കൃപയുള്ള ദൈവം പറയുക, ഞാൻ മറഞ്ഞു നിൽക്കുക. രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അവന് നേരെ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവാലയത്തിൽ നിന്ന് മറഞ്ഞു മാറുകയാണ്. ഇന്ന് രാത്രി നിന്നെ ഹൈഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. എന്തെന്നില്ലാത്തൊരു ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. എന്തോ ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, നിന്റെ പ്രാർത്ഥന മുഖാന്തരം ചിലർ വിടിവിക്കപ്പെടാൻ പോവുക. നിനക്ക് നേരെ ഫൈറ്റിംഗ് ഉണ്ടാകും, ശരിയാണ്. നിനക്ക് നേരെ ഉപദ്രവം ഉണ്ടാകും, ശരിയാണ്. നിനക്ക് നേരെ സിംഹത്തിന്റെ ശക്തി ഇന്ന് രാത്രി പൂർവാധികം ബലത്തോടെ കയറിവ, അതീവ ശക്തിയോടെ കയറിവ. ഇല്ല, നീ ഏതെല്ലാം കല്ലുകൾ ഇനി എവിടെല്ലാം എടുത്താലും എന്നെ ഹൈഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്, എന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ ചലികട. അഭിഷക്തന് ഇതൊരു വിശ്വാസ കൂട്ടം അല്ലെന്ന ഡാനിയേൽ പാസ്റ്ററെ ദൈവാത്മാവ് എന്നോട് പറയുമ്പോൾ ഇതൊരു മിനിസ്ട്രി തലത്തിൽ നിൽക്കുന്ന ചർച്ച. കേവല കൈകൊട്ടി പാട്ടുപാടി രണ്ട് ദൂത് കേട്ട് ഒരു പ്രസംഗം കേട്ട് പോകുന്ന ഒരു വിശ്വാസ സമൂഹം ആയിരിക്കത്തില്ല. ഈ ചർച്ചിനെ കുറിച്ച് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് ഈ ദേശത്ത് പൈശാചിക മണ്ഡലങ്ങൾ വിഴുങ്ങിയ ചില ആട്ടിൻ പറ്റങ്ങളെ അവന്റെ വായ്ക്കകത്തുനിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവരാ. ഇന്ന് രാത്രി സ്വർഗം നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ഇടയന്റെ അധികാരത്തിന്റെ മിനിസ്ട്രി. രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം രക്തം രക്തം. നിന്റെ വീട്ടിൽ നിന്ന് പിശാച് എന്തെങ്കിലും കവർന്നോ? നിന്റെ കൂടാരത്തിൽ നിന്ന് പിശാച് എന്തെങ്കിലും വലിച്ചിഴച്ചു കൊണ്ടുപോയോ? നിന്റെ സഭയ്ക്കകത്തുനിന്ന് പിശാച് ഏതെങ്കിലും തലമുറയെ മിഴുങ്ങിയോ? ഇന്ന് രാത്രി പുറപ്പെട്, അധികാരത്തിന്റെ ശക്തിയോടെ പുറപ്പെട്. അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു നിൽക്കൂ, അവ എന്റെ മേൽ ചാടി വീഴുമോ? ചാടി വീഴും. നിനക്കെതിരെ ഉപദ്രവം ഉണ്ടാക്കും അവ. പക്ഷെ നീ മുഖാന്തരം ചിലർ ആട്ടിൻ പറ്റങ്ങൾ വിടിവിക്കപ്പെടുമെങ്കിൽ ഇറങ്ങിത്തിരിക്കാം വിശക്തനെ. നീ മുഖാന്തരം ചിലർ രക്ഷപ്പെടുമെങ്കിൽ ഉപവസിക്കാൻ. നിന്റെ പ്രാർത്ഥന മുഖാന്തരം വിദേശത്തിലെ ചില തലമുറകൾ ചിലതിന്റെ കുരുക്കി നിന്ന് രക്ഷപ്പെടുമെങ്കിൽ പുറത്തു വാ. നിന്റെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ അവൻ നിനക്ക് നേരെ ഉപയോഗിക്കുന്ന ഒരു കല്ലുകളും നിന്റെ മേൽ വീഴാൻ എന്റെ സ്വർഗം സമ്മതിക്കത്തില്ല. അവൻ നിന്നെ ഹൈഡ് ചെയ്യും. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി. പ്രാർത്ഥനകൾ പുറത്തു വരികയാണ്. അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി പുറത്തു വരികയാണ്. കൃപാവരമുള്ളവൻ പുറത്തു വരികയാണ്. ഒരുത്തന് നേരെ നീ കല്ലെറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഈ വിശേഷമായ പ്രാർത്ഥനയ്ക്കകത്ത് ഒരാളല്ല, ഈ ഇരിക്കുന്ന മെജോറിറ്റി കൂട്ടം സകല വൈശാചിക ശക്തികൾക്ക് നേരെ ഇടയന്മാരായി ഇന്ന് രാത്രി ഇറങ്ങിത്തിരിക്കാൻ പോകുകയാണ്. പരസ്യമായി നിനക്കൊരു ബൈബിൾ ബാക്ക്ഗ്രൗണ്ട് കാണത്തില്ല, ഒരു സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിൽ കാണത്തില്ല, ഒരു കുലശ്രേഷ്ഠത നിന്റെ കയ്യിൽ കാണത്തില്ല. അഴകും അറിവും ജ്ഞാനമുള്ളവനെ ദൈവത്തിന് വേണ്ട. ഇന്ന് രാത്രി മുക്കുവ പാരമ്പര്യത്തിൽ നിന്നും ഒരു പത്രോസിനെ സഭയുടെ പണിക്ക് വേണ്ടി സ്വർഗം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി കുലശ്രേഷ്ഠതയും കുടുംബ പാരമ്പര്യവും ഇല്ലാത്ത, അഴകും അറിവും ജ്ഞാനവും ഇല്ലാത്ത നിന്റെ മേൽ ദൈവശക്തിയുടെ പുതപ്പ്
ധേരം ധീരം ദേ അന്തക്ഷാലം ധീരം ദാരം വൈഡം ധേരം ധീരം സേ അത്തുലകത്തിക റംദലകത്തിക റംദലകത്തിക റംദലകെ റിക്തലകത്തി ക്ഷാദലകത്തി ശംദലകത്തി ഷാദലകത്തി ധൂടം ഭാരം ഷാരം വൈഡം ധേരം ധേരം വൈഡം ധേ റിംദം ഭാരം ധീരം ഷാരം വൈഡം ധേരം ധീരം ഷാരം. എന്തോ കണ്ടുകൊണ്ടാണോ ഇന്ന് രാത്രി നീ യുദ്ധം ചെയ്യുന്നത്? എന്തോ മിടുങ്ങിക്കൊണ്ട് പോയതിനെതിരെയാണോ ഇന്ന് രാത്രി നീ ആത്മാവിന്റെ പടവാള് പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി പോരാടി നിൽക്കുന്നത്? പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈ സഭയ്ക്കകത്ത് ശക്തിയോടെ നിൽക്കേണ്ട ചില ആട്ടിൻ പറ്റങ്ങളെ മിടുങ്ങി ജയം നടത്തി എന്ന് പറയുന്ന പിശാചേ, നിന്റെ മേലല്ല ഇന്ന് രാത്രി ജയം കൊണ്ടാടും അവർ. പകരം ഇന്ന് രാത്രി സഭയുടെ പേരിട്ടിരിക്കുന്നത് പോലെ ജയോത്സവമാ. ഇന്ന് രാത്രി ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കരം. ഇന്ന് രാത്രി യോഗത്തിനകത്ത് അവർ ആത്മനിയോഗത്തോടെ മിനിസ്ട്രിക്ക് പേരിട്ടതുപോലെ സംഭവിക്കപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുകയാണ്, നിന്റെ വായിൽ നിന്നും ഇന്ന് രാത്രി ചില ആട്ടിൻ പറ്റങ്ങളെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു കൊണ്ടുവരും. ഈ ദേശത്തിൽ നശിക്കേണ്ട ചില തലമുറകളെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു കൊണ്ടുവരും. അതിനുവേണ്ടി ചില ഇടയ ശുശ്രൂഷയുള്ളവരെ രാത്രി സ്വർഗം എഴുന്നേൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരവും ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞു ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഒരുപാട് രക്ഷപ്പെട്ടു, പക്ഷെ ഇപ്പൊ കല്ലേറ് നടത്തുന്നത് രക്ഷപ്പെടുത്തിയവനെതിരെയാണ്, ഇടിവിൽ നിന്നവനെതിരെയാണ്. വേദപുസ്തകത്തിനകത്ത് ഇതുമായിട്ട് കണക്റ്റഡ് ആകുന്ന എന്തോ ഒരു സംഭവങ്ങളുണ്ടെന്നറിയാമോ? എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. സ്തോത്രം. പലപ്പോഴും പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഴിഞ്ഞാൽ ഞങ്ങളെ ചർച്ചുമായി ബന്ധപ്പെട്ടും പലപ്പോഴും ഈ കുടുംബജീവിതം അതുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് അഭിഷേകത്തിന്. അവർക്കൊക്കെ വേണ്ടി ദൈവദാസനെ എന്നാണോ ഞങ്ങൾ ഇടിവിൽ നിൽക്കാനും കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയത്, അന്ന് മുതൽ ഞങ്ങളുടെ കൂടാരത്തിന് നേരെ പൈശാചിന്റെ പോരാട്ടങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. പിന്നത്തെ ഇതിൽ മനസ്സിലായി, ഇതൊരു ആത്മീയ യുദ്ധക്കളമാ. ഇതിനകത്ത് നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. തകർത്തു വാരാൻ ഏതെല്ലാം ശക്തി വന്നാലും നിന്നെ ഹൈഡ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. അവർ കല്ലെടുത്തു, ശരിയാ, പക്ഷെ യേശുവിന്റെ മേൽ അത് കൊള്ളാൻ ദൈവം സമ്മതിച്ചില്ല. സമയമായിട്ടില്ലെങ്കിൽ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ പറയണം, എൻ്റെ ദൈവത്തിന്റെ സൂക്ഷിപ്പ് എൻ്റെ മേൽ മാത്രമല്ല എൻ്റെ തലമുറയുടെ മേലും നിൽക്കുന്നതിനായി നന്ദിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ആകയാൽ ഇത് ആവർത്തനത്തിന്റെ കല്ലുകളാണ്. ഇനി നമ്മൾ വായിച്ചിരിക്കുന്ന കുറിവാക്യത്തിനകത്തേക്ക് വരുമ്പോൾ 5ാമത്തെ കല്ലേറാണ് നിങ്ങൾക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയുക. ഇവിടുത്തെ കല്ലേർ എന്തിനാണെന്നറിയാമോ? ഇവിടുത്തെ കല്ലേറ് 14ാമത്തെ അധ്യായത്തിൽ അവനെ കല്ലെറിഞ്ഞു എന്ന് കിടക്കുന്ന വാക്കിന്റെ കല്ലേറിന്റെ ആഴം അറിയണമെങ്കിൽ അതിന്റെ 5ാമത്തെ വാക്യം നോക്കണം. 14ന്റെ 5ാമത്തെ വാക്യം നോക്കാമോ? അവരെ അവമാനിപ്പാനും കല്ലെറിവാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. ഒരു ദൂത് കേൾക്കണേ ദൈവദാസനെ. 14ന്റെ 5ാമത്തെ വാക്യത്തിൽ സത്യത്തിൽ അവര് കല്ലെടുത്തത് ജസ്റ്റ് ഒന്ന് അപമാനിക്കാൻ വേണ്ടിയിട്ടാ, അത്രേ ഉള്ളൂ. അതിനപ്പുറം അവർക്ക് ഒരു ചിന്തയില്ല. ഇവരൊന്ന് കല്ലെറിഞ്ഞ് എന്ത് ചെയ്യണം? അങ്ങനല്ല ആ വാക്യത്തിൽ കിടക്കുന്നത്. അവരെ അപമാനിപ്പാനും കല്ലെറിയാൻ, അത്രേ ഉള്ളൂ. കൊല്ലാനാണോ വാസ? കൊല്ലാനൊന്നും അല്ല വാസ. പിന്നെ ജസ്റ്റ് ഒന്ന് അപമാനിക്കണം, അത്രേ ഉള്ളൂ. ഒന്ന് കളിയാക്കണം. അതിനു വേണ്ടിയിട്ട് ഈ 14ന്റെ 5ാമത്തെ വാക്യത്തെ അവർ കല്ലെടുത്തു. പക്ഷെ നമ്മൾ 19ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനോയിൽ നിന്നും യഹൂദന്മാർ വന്ന് പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ. ഇപ്പൊ അവര് കല്ലെടുക്കുന്ന എന്തിനാണെന്നറിയാമോ? അപമാനിപ്പാനൊന്നുമല്ല, കളിയാക്കാനൊന്നുമല്ല, പേടിപ്പിച്ചു വിടാനൊന്നുമല്ല. ഇപ്പൊ അവര് കല്ലെടുത്തുന്ന എന്തിനാന്ന് അടുത്ത വാക്യത്തിനകത്തുണ്ട്. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇപ്പം നടത്തിയ കല്ലേറ് കൊല്ലാൻ തന്നെ. സ്വോത്രം, കൊല്ലാൻ തന്നെ. ആദ്യം നിന്നെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചു വിടാനാ. ഇപ്പൊ പേടിപ്പിക്കാനൊന്നുമല്ല. സത്യത്തിൽ നിന്റെ ജീവനെ അപഹരിക്കാൻ തന്നെ നടത്തിയ മാസ്റ്റർ പ്ലാൻ പിശാചിന്റെ ഇത്. ഈ കല്ലേറി നീ തീരണം. നിന്റെ കുടുംബത്തിന്റെ വേര് പൊട്ടണം. നിന്റെ തലമുറ ഇനി ഉണ്ടാകാൻ പാടില്ല. മിനിസ്ട്രി എല്ലാം പൂട്ടിക്കെട്ടണം. അതിനു വേണ്ടി തന്നെ പിശാച് നടത്തിയൊരു മാസ്റ്റർ പ്ലാനായത്. ഏതൊക്കെയോ മേഖലകളെ പ്രവാചക ശബ്ദത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ടിട്ട് ആദ്യം ഒന്ന് കളിയാക്കാനാണെങ്കിലും ഇപ്പൊ അതിനല്ല. ഇപ്പൊ രഹസ്യ അജണ്ട നടത്തി മനഃപൂർവ്വം നിന്നെ തീർത്ത് കളയാൻ വേണ്ടി നടത്തുന്ന കല്ലേറായത്. അതുകൊണ്ട് ചത്തെന്ന് ചിന്തിച്ച് ഈ മനുഷ്യനെ അവർ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഇനി പറയുന്നൊക്കെ ഭാവനെ കാണണം. അഭിഷക്തനെ ഇഴച്ചു കളഞ്ഞതൊക്കെ ഒന്ന് ഭാവനെ കണ്ടേ. അവനിങ്ങനെ വലിച്ചഴച്ചുകൊണ്ട് പോയതൊക്കെ ഭാവനെ കണ്ടേ. ചത്ത ഒരു ഡെഡ് ബോഡി എങ്ങനെ പാസ്റ്ററെ കൊണ്ടുപോകുന്നേ? അതുപോലെ വലിച്ചിഴച്ചുകൊണ്ട് ഇവർ ചത്തെന്ന് ചിന്തിച്ചു. എന്നാൽ 20ാമത്തെ വാക്യത്തിനകത്ത് ബ്യൂട്ടിഫുൾ വേർഡ് കിടപ്പുണ്ട്. 20ാമത്തെ വാക്യം, എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റും നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. ഒരു ഡെഡ് ബോഡിക്ക് ചുറ്റും, അയ്യോ ഞങ്ങളുടെ പാസ്റ്റർ തീർന്നു കേട്ടോ, അച്ഛൻ കഴിഞ്ഞു, കലാസ് പരിപാടി കഴിഞ്ഞു, എന്തോ ശക്തനായിരുന്നു, എന്തെല്ലാം മിനിസ്ട്രി ചെയ്തതാ, ചത്തു. ഒരു ഡെഡ് ബോഡിക്ക് ചുറ്റും ശിഷ്യന്മാരിങ്ങനെ ഒരു നോക്കുകുത്തി പോലെ നിൽക്കുമ്പോ അടുത്ത വാക്യം ഞാൻ എൻ്റെ ബൈബിളിനകത്ത് അടിയിട്ടിട്ടുണ്ട്.
ചുറ്റും നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. സ്തോത്രം. തീർന്നെന്ന് ചിന്തിച്ചാച്ചാ പരിപാടി പൂട്ടിക്കെട്ടിയെന്ന് ഇനി ഉപവസിക്കാൻ അവൻ കാണുകയില്ലെന്ന് ചിന്തിച്ചതാ. ഇനിയൊരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ, ഇനിയൊരു ദൈവപ്രവൃത്തി കാണാൻ, ഇനി തലമുറയുടെ നന്മ കാണാൻ ആ മമ്മി കാണത്തില്ലെന്ന് ചിന്തിച്ചതാ, പപ്പ ഇനി കാണത്തില്ലെന്ന് ചിന്തിച്ചതാ. ഡോക്ടർമാർ പോലും പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ. എല്ലാം തീർന്നെന്ന് ചിന്തിച്ചതിന്റെ നടുവിൽ കല്ലറകളെ പൊളിച്ച് പുറത്തു വന്ന നാഥന്റെ അഭിഷേകം ചലിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു മരണശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ പറയണോ, സ്ഥലത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവസാനിച്ചെന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ പൂർവാധിക ശക്തിയോടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. വിശ്വസിക്കുന്ന പറഞ്ഞ് കരമുയർത്തി ശക്തിയോടെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് അഭിഷക്തൻ എഴുന്നേറ്റ്. എന്തോ ബ്യൂട്ടിഫുൾ വേടല്ല, അതൊക്കെ ഒന്ന് ആത്മാവി കാണണം. ഡെഡ് ബോഡിക്ക് ചുറ്റും നോക്കുകുത്തി പോലെ ശിഷ്യന്മാരെ നിന്നപ്പോ കല്ലേറ് നടന്ന അഭിഷക്തന് ഇനി ഒരു ദൂതാകട്ടോ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു. അടുത്ത വാക്ക് കണ്ടോണേ. പിറ്റേന്നാൾ ബർന്നബാസിനോട് കൂടെ ദെർബയ്ക്ക് പോയി, യാത്ര പോയി. അടുത്തത് ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. എന്തോ മനുഷ്യനാണ്. വാക്യമൊക്കെ വായിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നതിനെ അറിയാമോ, ഞാനാണ് ഈ അഭിമന്യു പാസ്റ്ററെ, ഞാനാണെങ്കിൽ ഞാനല്ല, ഉദാഹരണം പിടിക്കും, ഞാൻ എന്നെയാണ് നാട്ടുകാരെല്ലാം കൂടെ എന്നെ കല്ലെന്ന് പറയേണ്ടത് പേടിപ്പിച്ചാൽ മാത്രം മതി. സ്തോത്രം. കല്ലേറ് നടത്തി എന്നെയാണ് ഇങ്ങനെ ഞാൻ ചത്തതുപോലെ ഇങ്ങനെ കടന്നതിനടുവിൽ ഞാൻ അങ്ങനെ എഴുന്നേറ്റ് വരികയാണെങ്കിൽ, എഴുന്നേറ്റ് വരികയല്ല, അങ്ങാണ് ഞാൻ കൃപയാൽ എഴുന്നേറ്റ് വരികയാണെങ്കിൽ ഞാൻ ആദ്യം പോയിട്ട് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആവും. ഹോൾ ബോഡി എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം, എവിടെങ്കിലും ഡാമേജ് ഉണ്ടോ, സ്പൈനൽ കോഡ് പൊട്ടിയിട്ടുണ്ടോ, അമ്മാതിരി കല്ലേറല്ലായിരുന്നോ. എന്നിട്ട് ഞാൻ അടുത്ത ദിവസത്തെ എല്ലാ ഷെഡ്യൂളും എടുത്ത് നോക്കും, എവിടെയൊക്കെയാണ് മീറ്റിംഗ്, അടുത്ത ദിവസം ഇന്നടുത്ത, അടുത്ത ദിവസം അവരെല്ലാം വിളിച്ചിട്ട് പാസ്റ്ററെ ഒരു മാസം ഞാൻ റെസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ആയുർവേദത്തിന്റെ ചികിത്സയും തിരുമലും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ. ഞാനെന്ന് പറഞ്ഞ ഉദാഹരണം പിടിച്ചോണ്ടാണ് നിങ്ങൾ എന്നെ നോക്കുന്നത്, നമ്മളെല്ലാവരും അങ്ങനെ ഒരു സ്വതന്ത്രം പറഞ്ഞേ. പക്ഷേ ഈ മനുഷ്യന് ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യാതെ, ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതെ, ഒരു സ്പൈനൽ കോഡ് പൊട്ടിയിട്ടുണ്ടോ അതൊന്നും പുള്ളിക്ക് അറിയണ്ട. പുള്ളി അവിടെ നേരെ എഴുന്നേറ്റ് അടുത്ത സ്ഥലത്ത് പോയി സുവിശേഷം പറഞ്ഞു സ്വീകരിച്ചു. സ്തോത്രം. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിപ്പോ ഈ മനുഷ്യന്റെ ബലം അല്ലല്ലോ, ഈ മനുഷ്യന്റെ ശക്തി അല്ലല്ലോ, ഒരു മനുഷ്യനെ കൊണ്ട് അത് പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവൻ വീണെടുത്തുനിന്ന് എഴുന്നേൽപ്പിച്ചത് തമ്പുരാന്റെ അത്യന്ത ശക്തിയല്ലേ. ഇന്ന് രാത്രി നിന്റെ ബലത്തേക്കാൾ കവിയുന്നൊരു ബലം. മാനുഷിക രീതി നോക്കിയാൽ നീ ഹോസ്പിറ്റലിൽ തീർന്നേണ്ടതാ. മാനുഷിക രീതി നോക്കിയാൽ നീ ആ വീടിനകത്ത് ഒതുങ്ങി പോകേണ്ടതാ. മാനുഷിക രീതി നോക്കിയാൽ നിന്റെ കൊച്ചു 10ാം ക്ലാസ് കഴിയേണ്ടതല്ല. പക്ഷെ ഇത് ദൈവശക്തിയായി ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടുന്നത്. തീർന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്റെ കൊച്ചിനെ ഉയർത്തുന്നൊരു ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നെന്ന് പറഞ്ഞാൽ ആരോ പറയുന്നു, പാസ്റ്ററെ എന്റെ കൊച്ചിന് ആ ബുദ്ധി ഒന്നുമില്ല പാസ്റ്ററെ, +2 കഴിഞ്ഞ് അവൻ പൂട്ടിക്കെട്ടേണ്ടതാ. പക്ഷേ എന്റെ കൊച്ചിന്റെ മേൽ എന്തെങ്കിലും മാന്യത വെളിപ്പെട്ടു വന്നെങ്കിൽ അത് അവന്റെ ജ്ഞാനമല്ല, അത് അവന്റെ ശക്തിയല്ല, അത് ദൈവത്തിന്റെ കൃപയാണെന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ചേർന്ന് ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടും ഷാരോൺ ദൈവസഭയ്ക്കകത്ത് പോകാൻ ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് അതിനുള്ള സാഹചര്യമാണ്. ഞാൻ ചർച്ചിന്റെ പേര് പറയുന്നത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞങ്ങൾക്ക് അപ്പുറത്തെ സാഹചര്യം അത്രേ ഉള്ളൂ. തൊട്ടടുത്ത ചർച്ചകളിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളെ ചൊല്ലി നാട്ടുകാർ 2 ഗ്രൂപ്പാണ്. അർജുനൻകുട്ടിയും കുടുംബം മതം മാറിയതാ. സാക്ഷ്യമൊന്നും പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. മറ്റൊരു അവസരത്തിലാവട്ടെ. ഇനി വിളിക്കോ ദൈവസനെ? ഓക്കെ, സ്തോത്രം. മറ്റൊരു അവസരത്തിലാവട്ടെ. അപ്പോൾ അതിനുവേണ്ടി 2 ഗ്രൂപ്പ്, ക്രിസ്ത്യൻസും ഹിന്ദുക്കൾ 2 ചേരിയായിട്ട് തിരിഞ്ഞ് ഞങ്ങളെ ചൊല്ലി ഭയങ്കര പ്രശ്നങ്ങൾ, കലഹങ്ങൾ ആരംഭിക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ കയറത്തില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അർജുനൻകുട്ടിയും കുടുംബം മതം മാറി. അതായിരുന്നു പ്രശ്നം. അപ്പോൾ സ്വന്തം നാട്ടിനകത്ത് ഒരു ആരാധനാലയത്തിൽ പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാരണത്താൽ ഷാരോൺ ദൈവസഭയ്ക്കകത്താണ് ഞങ്ങൾ പോകുന്നത്. ആ സമയത്ത് അന്നവിടെ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ പാസ്റ്റർ അനിയൻ, സ്തോത്രം, അദ്ദേഹം ഈ സൺഡേ സ്കൂൾ സമയത്ത് വാക്യങ്ങൾ നമ്മൾ പറയണം. എന്ന് വെച്ചാൽ 9:50 ആകുമ്പോൾ ഏകദേശം വാക്യം പറയുന്നത്. അപ്പോൾ 10 മണിക്ക് ആന്റിമാരൊക്കെ കയറി വരുന്ന സമയത്ത്, അപ്പോൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നിലനിൽക്കും. അത് ടൗൺ ചർച്ച ആകുന്നതുകൊണ്ട് എല്ലാം അറിവുള്ള പിള്ളേരെ, ജ്ഞാനമുള്ള പിള്ളേരെ, വിദ്യാഭ്യാസമുള്ള പിള്ളേരാ. പിന്നെ പൗലോസ് പറയുന്ന ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നമ്മളാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. പിന്നെ പഠിക്കാൻ പണ്ടേ ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് പഠിച്ചാൽ എന്തോ ആയാലും മെമ്മറി നിൽക്കുകയല്ല, അമ്മാതിരി ബുദ്ധിയായിരുന്നു. സ്തോത്രം. പഠിക്കാൻ ആഗ്രഹം കൊണ്ട് ആദ്യത്തെ ബെഞ്ചിലൊക്കെ പോയിരിക്കും. പഠിക്കാൻ ഭയങ്കര മിടുക്കനാകുന്നുണ്ട്. 2 മാസം കഴിയുമ്പോൾ 2ാമത്തെ ബെഞ്ചിൽ ടീച്ചർ കൊണ്ടിരുത്തും. പിന്നെ 3 മാസം കഴിയുമ്പോൾ ഏറ്റവും പുറകിൽ, പിന്നെ അവസാനം എഴുതി. പിന്നെ പലപ്പോഴും ക്ലാസ്സിനകത്ത് കാണത്തില്ല, പുറത്തായിരിക്കും. അതുകൊണ്ട് ടീച്ചർമാർക്ക് വലിയ ശല്യമൊന്നും കാണില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഈ വാക്യം ഒരാഴ്ച കൊണ്ട് കാണാതെ പഠിക്കണം. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാക്യം പഠിക്കുന്നുണ്ട്, പഠിച്ചതൊന്നും മെമ്മറി കാണുകയില്ല. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ എല്ലാം മറന്നുപോകും. അപ്പോൾ വാക്യം പറയാൻ ഇങ്ങനെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നേരെ നിൽക്കണം. അപ്പോൾ ആന്റിമാർ യോഗത്തിലോട്ട് ഇങ്ങനെ കയറി വരുന്ന സമയം എല്ലാവരും ഇങ്ങനെ ഫ്ലോ അടിച്ചിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലെല്ലാം ഇങ്ങനെ വാക്യം പറഞ്ഞ് എൻ്റെ കൂടെ എത്തുമ്പോൾ ഇതൊന്നും നമ്മളോടല്ല എന്നുള്ള രീതി ഞാനിങ്ങനെ കൈയൊക്കെ പൂട്ടി ഇങ്ങനെ താത്തിരിക്കും. അപ്പോൾ അന്ന് ശുശ്രൂഷിക്കുന്ന അർത്താനദാസൻ അനിയൻ പാസ്റ്റർ എന്നോട് സ്നേഹത്തോടെയൊക്കെയാണ്, എങ്കിലും അതിനകത്ത് ആ വാക്കിനകത്തൊരു ഗാംഭീര്യതയുണ്ട്. അദ്ദേഹം ചെയ്യും, എടാ നിന്റെ തലയ്ക്കകത്ത് സത്യത്തെ ദൈവം തന്നിരിക്കുന്നതിനെ തലച്ചോറല്ലേ കളിമണ്ണാണോ ദൈവം തന്നിരിക്കുന്നത് എന്ന് പോലും ചോദിക്കുമ്പോൾ
കളിയാക്കലിനെ മുഴുവൻ മേഖലയെ അനുഭവിച്ച് നമ്മൾ അവിടെ നിൽക്കും. പ്രശ്നം പഠിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മെമ്മറിക്കകത്ത് കാണുകയില്ല. സ്തോത്രം. പലപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് യോഗം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, പാസ്റ്റർ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്വാസം എടുക്കണേ, ഇമാതിരി സ്പീഡിൽ പോവല്ലേ. പ്രിയപ്പെട്ടവരെ, ഈ സ്പീഡും ഈ ബലവും ഈ വാക്കുകളുടെ ഗാംഭീര്യവും ഒക്കെ അത് മാനുഷിക രീതിയിൽ കിട്ടിയതൊന്നും അല്ല കേട്ടോ. ശുശ്രൂഷയ്ക്കകത്ത് എപ്പോഴും ഒരു കൊച്ചു കൃപ. ഇന്ന് രാത്രി നിന്റെ തലമുറയെ നോക്കി ഞാൻ ദൈവാത്മാവിൽ പ്രവചിച്ചു പറയാം, മാനുഷിക രീതി നോക്കി അവൻ +2 കഴിയേണ്ടതല്ല, പക്ഷെ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി അവന് കിട്ടിയെങ്കിൽ ഇതെന്റെ ബലമല്ല. ആ കരമെല്ലാം ഒന്ന് ഉയർത്തി പറയാമോ? ഇതെന്റെ ശക്തിയല്ല, ഇതെന്റെ ബലമല്ല, ഇതെന്റെ ജ്ഞാനമല്ല, എന്റെ ത്രാണിയല്ല പാസ്റ്ററേ, ഇത് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചതാന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പോയിട്ട് ആ മനുഷ്യൻ സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം പ്രസംഗിച്ച് വന്നിട്ട് 22ാമത്തെ വാക്യത്തിൽ വന്നിട്ട് ശിഷ്യന്മാർ അടുക്ക ചെന്നിട്ട് പറയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നോ. അനുഭവത്തെ എന്ന് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുള്ള മലയാളം ടൈം ശരിയല്ല. ഇതിന്റെ ഇതര ഭാഷകളൊക്കെ എടുക്കണമെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ പോകാൻ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇംഗ്ലീഷിൽ കിടക്കുന്ന ട്രാൻസ്ലേഷൻ കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത് എന്നാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസത്തിൽ കണ്ടിന്യൂ, തുടരണം, ഇതിവിടെ കൊണ്ട് നിർത്തരുത്. സ്തോത്രം. ഈ ഞായറാഴ്ച പ്രാർത്ഥന ഇങ്ങനെ അവസാനിപ്പിക്കരുത്. ഇതിനടുത്ത ബ്രാഞ്ചുകൾ വരും, ഇതിനടുത്ത റലങ്ങൾ വരും, ഇതിനടുത്ത മേഖലകൾ വരും. ഇതിപ്പോൾ തുടക്കങ്ങളല്ലേ ആകുന്നുള്ളൂ. ഇതിൻ്റെ അടുത്ത റലങ്ങളൊക്കെ സ്വർഗം വെളിപ്പെടുത്തും. കേട്ടും അറിഞ്ഞുമൊക്കെ കിലോമീറ്ററുകൾക്കപ്പുറം നിന്ന് ജനം ഇതിനകത്ത് വരും. ചില ദൂതൊക്കെ ദൈവം തിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പാ, പരിശുദ്ധാത്മാ ഭയങ്കരമായും ഇടപെടുന്നത് പോലെ കർത്താവ് പറയുന്നു, ദൂരമേ നിന്ന് ജില്ലകൾ പോലും രാവിലെ യാത്ര തിരിച്ച് ഇതൊരു സഭായോഗമായി കാണാൻ പാകത്തിൽ പലരും വരും. ഇതിവിടം കൊണ്ട് നിർത്തരുത്. കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് എന്ത് ചെയ്യണം? തുടരണം. അടുത്ത വാക്ക് പറയാം, നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നതിനേക്കാളപ്പുറം വിശ്വാസത്തിൽ തുടരണം. എന്നിട്ട് പറയാം, നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ആ വാക്കാണ് എന്നെ ഹോൾഡ് ചെയ്ത് പിടിപ്പിച്ച്. മനസ്സ് ഉറപ്പിച്ചു. എല്ലാവരും കൊണ്ടൊന്ന് പറയാമോ? മനസ്സ് ഉറപ്പിച്ചു. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ട്രൈക്കോട്ടമിയ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് വരാമോ മോനെ? സ്പെക്സ് വെച്ചിരിക്കുന്ന മോൻ, ഓടിവാ, ഇപ്പൊ വിടാം. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ ട്രൈക്കോട്ടമിയ 3 ഘടകങ്ങളുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 3 ഘടകങ്ങൾ, പറയാതറിയാം. ഒന്നാന്ന് പറയുന്നത് അവന്റെ ദേഹമാണ്, 2 അവന്റെ ദേഹിയാണ്, 3 അവന്റെ ആത്മാവാണ്. ദേഹം എന്ന് പറഞ്ഞാൽ ഈ മോന്റെ പച്ചയായ ശരീരമാണ്. മക്കളെ ദേഹം ഒന്ന് തൊട്ട് കാണിക്കാവോ? ആണോ? ഇവന്റെ ദേഹം എന്ന് പറയുന്നത് 2 കൈയും പിന്നെ ചെസ്റ്റിനോട് കിടക്കുന്ന ഒരു മധ്യമേഖലയുമാണ് പുള്ളിയുടെ. എന്നാൽ ചിരിച്ചോ, നിങ്ങളെ നോക്കി പറയാം. നിങ്ങളുടെ ദേഹം ഒന്ന് തൊട്ട് കാണിച്ചേ, നിങ്ങളുടെ ദേഹം ഒന്ന് തൊട്ട് കാണിച്ചേ. ആൻറ്റി ദേഹം ഒന്ന് തൊട്ട് കാണിച്ചേ. ആൻറ്റി അത് ചെസ്റ്റാണ്, നെഞ്ചാണ്. ദേഹം ഒന്ന് തൊട്ട് കാണിക്കാമോ? ആൻറ്റിമാരെ ദേഹം ഒന്ന് തൊട്ട് കാണിക്കാമോ? തലയാ. ദേഹം ഒന്ന് തൊട്ട് കാണിക്കാമോ? മക്കളെ ദേഹം ഒന്ന് തൊട്ട് കാണിക്കാമോ? അത് കഴുത്തിൻ്റെയൊക്കെ ഭാഗമാണ്. ദേഹം ഒന്ന് തൊട്ട് കാണിക്കാമോ? നെഞ്ചിൻ്റെ ഭാഗമാണ്. വയറിൻ്റെ ഭാഗമാണ്. ദേഹം എന്തി? അയ്യോ, അങ്ങനെ തൊട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. മനോഹരമായി മോൻ്റെ മുടികൾ, കണ്ണുകൾ, കാതുകൾ, അവയവങ്ങൾ, വിരലുകൾ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് പുള്ളിയുടെ ദേഹം. ഇത് നമ്മൾ മിനുക്കാൻ വിടുന്ന പാട് ചെറുതൊന്നുമല്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ ഇത്രയും വൈകി യോഗത്തിന് ഇറങ്ങിയിട്ട് പിന്നെ ഒന്നുകൂടെ തിരിഞ്ഞ് കണ്ണാടി നോക്കി എല്ലാം ഓക്കെ ആണോ എന്ന്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഇച്ചിരിയും കൂടെ നീളം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരായേനെ, ഇച്ചിരിയും കൂടെ നിറം ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ എത്തിയേനെ പാസ്റ്റർ, ഇച്ചിരിയും കൂടെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരായേനെ. ഞാൻ പറയാം, എല്ലാം പ്രശ്നമാണ് കേട്ടോ, എല്ലാം പ്രശ്നമാണ്. എനിക്കൊരു 6 അടി ഹൈറ്റുള്ള ആളാണ്. അസൂയില്ലാതൊരു സ്വതന്ത്രം പറയാമോ? 3-4 പേർക്ക് അസൂയുണ്ട്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 6 അടി ഹൈറ്റുള്ള എന്നോട് ചോദിക്കും, ഹൈറ്റ് പ്രശ്നമാണോ? ഹൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഹൈറ്റ് കുറഞ്ഞവരോട് ചോദിക്കും, ഹൈറ്റ് കുറഞ്ഞ പ്രശ്നമാണ്? അത് അതിനേക്കാൾ പ്രശ്നമാണ്. വണ്ണം ഉള്ളവരോട് ചോദിക്കണം, വണ്ണം പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ് വണ്ണം. ഞങ്ങൾ ഈ എറണാകുളത്തൊക്കെ മീറ്റിംഗ് വരുമ്പോൾ ചിലപ്പോൾ വെളുപ്പിന് 6 മണിയൊക്കെ ആകുമ്പോൾ 5-6 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇറങ്ങും. എറണാകുളത്തൊക്കെ ആണെങ്കിൽ 4-4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ ഇറങ്ങും. രാവിലെ ഇങ്ങനെ വെളുപ്പിന് ഇറങ്ങുമ്പോൾ ചില റോഡ് സൈഡിൽ ഞങ്ങൾ ആൻറ്റിമാരെയൊക്കെ കാണണം, കൈയൊക്കെ വീശി നടക്കുന്ന കാണാം. എന്തോത്തിനുള്ള പെടാപ്പാടാ? വണ്ണം കുറയ്ക്കാനുള്ള പെടാപ്പാടാ ഭാഷ. ഇനി വണ്ണം കുറഞ്ഞവരോട് ചോദിക്കുക, പ്രശ്നമാണ്? അത് അതിനേക്കാൾ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇത് താഴ്ചയുള്ള ശരീരമാണ്. ദൈവം ഒന്നാമത് ബലപ്പെടുത്തുന്നത് ഈ പച്ചയായ ശരീരത്തെയാ. ഒരു സ്വത്രം പറഞ്ഞേ. അച്ഛാ, ബൈബിളിനകത്ത് ബ്യൂട്ടിഫുൾ ഒരു വാക്ക് കാണോ? അവർ വഴിയിൽ വെച്ച് തളർന്ന് പോകാതിരിക്കാൻ നമുക്ക് അവർക്കപ്പം തളർന്നു പോയിട്ടല്ല, തളർന്ന് അപ്പൊ തളർച്ചകളെ എൻ്റെ ദൈവം മുൻകൂട്ടി കാണുന്നല്ലേ? നിന്റെ ശരീരത്തിന്റെ തളർച്ചകളെ മുൻകൂട്ടി കാണുന്നൊരു ദൈവമുണ്ട്. അതറിഞ്ഞാൽ അവൻ നിനക്ക് ബലത്തിനുള്ള അപ്പം തരും. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ഇച്ചിരി നിൽക്കാമോ മോനെ? ദൈവദാസൻ പറഞ്ഞ ആത്മദൈവത്തോടെ 10 പേരൊന്നും പോകുന്നത് ശരിയല്ല. ഒരു 10 കാലമാകുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നെഞ്ചത്തോട് ഒരു ഇടിപാട് പാസ് ചെയ്ത് പാസ് അത്രയൊന്നും പോയില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന 10 മിനിറ്റ് താഴെ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചേ. സ്തോത്രം. കഴിഞ്ഞ കുറച്ച് ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പുറത്തായിരുന്നു, ജർമ്മനിയിലായിരുന്നു. അപ്പോൾ മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. സ്തോത്രം. ഭയങ്കര ക്ലൈമറ്റ് എനിക്ക് പിടിക്കില്ല. ആ ക്ലൈമറ്റ് എനിക്ക് പിടിക്കുകയില്ല. അപ്പം ഒന്നാമത് ഈ തണുപ്പാകുന്നതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, കാരണം ദാഹിക്കുന്നില്ല.
വെള്ളം കുടിക്കാൻ, ചൂടാണെങ്കിലല്ലേ വെള്ളം കുടിക്കാൻ നമുക്ക് തോന്നുള്ളൂ. അതിൻ്റെ കൂടെ ഫുഡ് ഒട്ടും പറ്റുന്നുമില്ല. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്ന ഗ്രാൻഡ് ഫുഡൊക്കെയാണ്, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. അവർ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ബർഗർ, ഉച്ചയ്ക്ക് ബർഗർ, രാവിലെ ബർഗർ, ഉച്ചയ്ക്ക് ബ്രെഡും ജാമും. നമ്മൾ 4 മണിക്കാണ് ബ്രെഡും ജാമും കഴിക്കുന്നത്. അത് ഉച്ചയ്ക്കൊക്കെ തന്നാൽ എങ്ങനെ? ഒരു സ്വത്രം പറഞ്ഞേ. എന്നിട്ട് അവർ പറഞ്ഞത് ഹെൽത്തി ഫുഡാണെന്നാണ് പറയുന്നത്. നമുക്ക് പറ്റുന്നില്ല, പിടിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഓടുവാണ്. ഭയങ്കരമായിട്ട് ശരീരമൊക്കെ ചൊട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഒന്ന് പുഷ്ടി പ്രാപിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ചൊട്ടാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഈ വാച്ച് ഒരു ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്. ഓക്കെ, എന്തുവാകട്ടെ, ഒരു 10,000-4,000 താഴെയുള്ളൂ ഈ വാച്ച്. നമ്മളെല്ലാം ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിനകത്താണ്, എല്ലാവരും സ്മാർട്ട് വാച്ചൊക്കെ ഉപയോഗിക്കുന്ന സമയമാണ്. എനിക്കും ഗിഫ്റ്റ് കിട്ടിയൊരു വാച്ചാണ്. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് കേട്ടോ. പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മേടിച്ച് തരും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, 10 മിനിറ്റ് ഇവിടെ കാണും കേട്ടോ, മെസ്സേജ് കഴിഞ്ഞാലും കാണും. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയൊരു വാച്ചാണ്. റൈറ്റ്. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ, മകളെ, ഈ വാച്ചിനകത്ത് ഭയങ്കരമായിട്ട് അലാറം അടിക്കുക. ഭയങ്കരമായിട്ട് ഇതിനകത്ത് അലാറം അടിക്കുക. അലാറം അടിച്ചിട്ട് ഇതിനകത്ത് വൈബ്രേറ്റ് ചെയ്യുക. ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അച്ഛാ, ഈ കൊച്ചു സ്ക്രീനകത്ത് നോട്ടിഫിക്കേഷൻ വരിക, യുവർ ബോഡി ഈസ് ടു ഡ്രൈ, യു ഡ്രിങ്ക് ദ വാട്ടർ. നീ വെള്ളം കുടിക്കാൻ. ഈ വാച്ച് എന്നോട് പറയുക. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഒരു 10,000-4,000 താഴെയുള്ള വാച്ച് കുറച്ച് മണിക്കൂർ എൻ്റെ കൈ കെട്ടിയപ്പോൾ ഈ വാച്ചിന് എൻ്റെ ബോഡിയുടെ സെൻസേഷൻ പിടികിട്ടിയെന്ന്. എന്തോ ടെക്നോളജി അല്ലേ? എൻ്റെ ഒരു ചോദ്യം, ഉദരത്തിൽ ഉരുവാകുന്നതിനേക്കാൾ മുമ്പ് കണ്ടവൻ, വിളിച്ചവൻ, വേർതിരിച്ചവൻ, നിന്നെ ഇന്നും നടത്തുന്നവൻ നിന്റെ ശരീരത്തിന്റെ തളർച്ചകളെ മുൻകൂട്ടി കാണുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറ, എന്റെ ശരീരത്തെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്, എന്റെ ശരീരത്തെ ബലപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഒന്ന്, ദൈവം ശക്തീകരിക്കുന്ന നമ്മുടെ ശരീരത്തെയാണ്. ഇനി കേൾക്കണേ, 2 ദൈവം ബലപ്പെടുന്ന നമ്മുടെ മനസ്സാണ്, ഹൃദയമാണ്. ഒന്ന് പറഞ്ഞേ, ഹൃദയം, മനസ്സ്. മനസ്സെന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൃദയം എന്നാണ് ബൈബിളിന്റെ ഭാഷ. ഇവിടെ മനസ്സെന്നല്ലേ, അങ്ങനല്ലേ കിടക്കുന്നേ? റൈറ്റ്. അവരുടെ മനസ്സ്, ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഈ മനസ്സെന്ന് പറയുന്ന വാക്കിന്റെ നല്ല തനതായ ഭാഷ ഹൃദയമെന്നോ. ഒന്ന് പറയാമോ? ഹൃദയം. 2 ഹൃദയങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന ഹൃദയം, 2 ബൈബിൾ പറയുന്ന ഹൃദയം. മകളെ, ഈ മെഡിക്കൽ സയൻസ് പറയുന്ന ഹൃദയം എന്താണെന്ന് അറിയാമോ? നമ്മുടെ അകത്ത് നമ്മുടെ കൈമുഷ്ടി ചുരുട്ടി പിടിക്കുമ്പോൾ, ഒന്ന് കാണിക്കാമോ? കൈമുഷ്ടി ചുരുട്ടി പിടിക്കുമ്പോൾ ഇത്രയും വലിപ്പത്തിൽ, ഇവന്റെ കൈമുഷ്ടി ചുരുട്ടി പിടിക്കുമ്പോൾ എത്രയും വലിപ്പമുണ്ട്, അത്രയും വലിപ്പത്തിൽ ഇവന്റെ അകത്തൊരു അവയവം ഇരിപ്പുണ്ട്. അതാണ് ഇവന്റെ ഹൃദയം എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ നിങ്ങളുടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചാൽ. ഇപ്പൊ നോക്കണ്ട, വീട്ടിൽ പോയി നോക്കിയാൽ മതി. അടുത്തിരിക്കുന്ന ആളിനെ ഇടിക്കാൻ വീട്ടിൽ പോയാൽ മതി, വീട്ടിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും വലിപ്പമേ നമ്മുടെ ഹൃദയത്തിനുള്ളൂ. മകളെ, അത് 24 മണിക്കൂറും ഇടിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുക. ഓവർ ടൈം ഡ്യൂട്ടിയില്ല പുള്ളി. ഞാനത് പറയുമ്പോൾ ചുമ്മാതെങ്കിലും ചെക്ക് ഇടിക്കുന്നുണ്ടോ നോക്ക്. ഇടിക്കുന്നുണ്ടോ? അല്ല പിന്നെ സമയത്തി പടി മൂക്കി 2 പഞ്ഞിയൊക്കെ വെച്ച് കാലൊക്കെ കൂട്ടി കെട്ടി പെട്ടിക്കകത്ത്. ഓക്കെ, ഇടിക്കുന്നുണ്ട്. അത് 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ മക്കളെ ഇത് ഇടിക്കുന്നത്? സ്കൂളിൽ പഠിച്ചായിരുന്നു, അന്ന് സ്കൂളിൽ പോയില്ല. ഓക്കെ, എന്തിനാ മക്കളെ? ജീവിക്കാൻ വേണ്ടി. ഓക്കെ, എന്തിനാ മക്കളെ അത് ഇടിച്ചോണ്ടിരിക്കുന്നത്? CBSE ആയിരുന്നു. ഓക്കെ, എന്തിനാ മക്കളെ ഇടിച്ചോണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഓക്കെ, ഇത് ഇടിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയാം. പിള്ളേരെല്ലാം പറയുന്നുണ്ട്, അവരെല്ലാം പ്രാഗൽഭ്യമുള്ളവരാണ്. അതെ, അവരെല്ലാം പറയുന്നുണ്ട്. അവരുടെ ഓൺ ലാംഗ്വേജിനകത്ത് പറയുന്നുണ്ട്. ഇത് ഇടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇവർ പറഞ്ഞ ഉത്തരം എല്ലാം കറക്റ്റ്. ഞാൻ അത് കോർഡിനേറ്റ് ചെയ്ത് പറയാണ്. ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം എന്ത് ചെയ്യുന്നത്? 24 മണിക്കൂർ ഇത് ബ്ലഡ് പമ്പ് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക. ജീവന്റെ നിലനിൽപ്പാണിത്. ഇത് മെഡിക്കൽ സയൻസ് പറയുന്ന ഹൃദയം. എന്റെ ചോദ്യം, ബൈബിൾ പറയുന്ന മനസ്സോ? ബൈബിൾ പറയുന്ന ഹൃദയമോ? ഇതാണോ? അല്ല. വികാരങ്ങളാ, ഇച്ഛകളാ, മോഹങ്ങളാ, ആഗ്രഹം, താല്പര്യം, സന്തോഷം, കണ്ണുനീര്, വികാരങ്ങളാൽ നിഗൂഢമാണ് നമ്മുടെ ഹൃദയം. ആമേൻ. ഇടയ്ക്കിടയ്ക്ക് കോപം ജനിക്കുന്ന മേഖല. ആകെ ദേഷ്യമുള്ളവരെല്ലാം കൂടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഉണ്ടോ? ഇവരെല്ലാം വിശുദ്ധരാണ് അച്ഛാ. ഇവർക്ക് ആർക്കും ഇല്ല. അച്ചായ മാത്രമേ ഉള്ളൂ. ഞാനത് കേട്ടായിരുന്നു, ആ സ്വോത്രം ഞാൻ കേട്ടാ. പുള്ളിക്കും എനിക്കും മാത്രമേ ഉള്ളൂ ദേഷ്യം. എൻ്റെ ഭാര്യയ്ക്കും കുറച്ചുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രമേ ഉള്ളൂ ദേഷ്യം. വേറെ ആർക്കും ഒന്നും ഇല്ല, ദേഷ്യമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു കരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിടിച്ചാട്ടെ. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് കൈ കൊടുത്താട്ടെ. കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, മീറ്റിംഗ് കഴിയുമ്പോൾ അത്യാവശ്യം ഡോക്ടറിനെ പോയി ഒന്ന് കാണണം. എന്നിട്ട് ഡോക്ടറോട് പറയണം, ചിരിക്കാൻ പറ്റുന്നുണ്ട്, കരയാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്തുമാത്രം പറ്റുന്നില്ല? ദേഷ്യപ്പെടാൻ മാത്രം പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയും, എൻ്റെ പൊന്നു ബ്രദറെ, അതൊരു വികാരമാണ്, അതിന്റെ സ്ക്രൂ അഴിഞ്ഞിരിക്കുക, മുറുക്കി തരാമെന്ന് പുള്ളി പറയും. അതൊരു വികാരമാണ്, കോപം. ഇതെല്ലാം ഉണ്ടാകുന്ന നിഗൂഢ മനുഷ്യനാണ് നമ്മുടെ ഹൃദയത്തിന്റെ മനുഷ്യൻ. മനസ്സെന്ന് പറയുന്നത് ഇതൊരു ചെറിയ സംഗതി അല്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടാ. എനിക്ക് ആ ദൂത് പറയാനായിരുന്നു കുറെ കൂടി ഇഷ്ടം, പക്ഷെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാ. മനസ്സെന്ന് പറയുന്ന സംഭവം നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഇനി ഇതിനകത്തൊരു സംഭവം ഉണ്ട്, ആത്മാവ്. അതിനെയും ദൈവം ബലപ്പെടുത്തും. ശരീരം ബലപ്പെടുത്തും, മനസ്സ് ബലപ്പെടുത്തും, ആത്മാവും ബലപ്പെടുത്തും. ഇവിടെ ദൈവം ബലപ്പെടുത്തിയത് എന്തുവാ? ശിഷ്യന്മാരുടെ മനസ്സ്. ഒരു സ്വോത്രം പറയാമോ? ഇന്ന് രാത്രി നമ്മൾ ഇത് പറഞ്ഞ സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോന്നേ. ഇത്തിരി നേരം സ്വോത്രം പറയുമ്പോൾ കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, കർത്താവിന്റെ അഭിഷക്തൻ നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ എന്നോട് ദൈവം എടുത്തു പറയാൻ പറയുന്നു, പുറമേ ചിരിച്ചു കാണിക്കുമ്പോഴും മനസ്സുകൊണ്ട് എന്തൊക്കെയോ വിഷയത്തിൽ അസ്വസ്ഥരായിരിക്കുന്നവർ, ഭാരത്തോടെ ഇരിക്കുന്നവർ, ഇന്ന് രാത്രി കലങ്ങി മറിയുന്ന നിന്റെ മനസ്സ് കാണുന്ന കർത്താവ് നിന്നെ ശക്തീകരിക്കാൻ പോവാ. മനസ്സ് ശക്തി പ്രാപിച്ച അനന്തരം 3 കാര്യങ്ങൾ ചെയ്തു. 1, ഉപവസിച്ചു. 2, പ്രാർത്ഥിച്ചു. 3, വിഷയത്തെ ദൈവകരത്തിലേക്ക് പരമേൽപ്പിച്ചു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, വിഷയത്തെ
ദൈവകരത്തിലേക്ക് ഭരമേൽപ്പിച്ചു. ദൈവകരത്തിലേക്ക് ഒരു വിഷയം ഭരമേൽപ്പിച്ചാൽ എന്നാ ഗുണം? ഒരൊറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുക. ദൈവകരത്തിലേക്ക് വിഷയം ഭരമേൽപ്പിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20:32 വാക്യം, ഒരു വിഷയം ദൈവകരത്തിലേക്ക് ഭരമേൽപ്പിച്ചാൽ എന്താ ഗുണം? പ്രവൃത്തിയുടെ പുസ്തകം 20:32. നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും കഴിയുന്ന, ആത്മീയ വർധനവ് വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും അവകാശം ലഭിക്കാനും കഴിയുന്ന ദൈവത്തിലും, അടുത്ത വാക്ക്, കഴിയുന്ന ദൈവത്തിലും, അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കും. നമ്മൾ എവിടാ ഇരിക്കുന്നേ? ആ വാക്യം നമ്മൾ എവിടെ ഇരിക്കുന്ന അറിയാമോ? സകല അവകാശവും നമുക്ക് തരാൻ കഴിയുന്ന ദൈവം, നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് തരാൻ കഴിയുന്ന ദൈവം. ആ ദൈവത്തിലും പിന്നെ അവന്റെ കൃപയുടെ വചനത്തിലും നമ്മളിപ്പം ഭരമേൽപ്പെട്ടിരിക്കുക. നീ എന്ന് പറയുന്ന മനുഷ്യൻ ഈ സഭാഹോളിനകത്തൊന്നുമല്ല, നീ കർത്താവിനകത്തായിരിക്കുന്നേ, നീ ആ കൃപയുടെ വചനത്തിനകത്തായിരിക്കുന്നേ. നിനക്ക് ആത്മീയ വർധനവ് വരുത്താൻ ഈ ഇരിപ്പിന് കഴിയും. ഒരു വിഷയം ദൈവകരത്തിലേക്ക് ഭരമേൽപ്പിച്ചാൽ ആ വിഷയം സ്പിരിച്വൽ ഗ്രോത്ത് ആകും. ഒരു വിഷയം ദൈവകരത്തിലേക്ക് ഭരമേൽപ്പിച്ചാൽ ആ വിഷയത്തിനകത്ത് നിനക്കൊരു അവകാശം കിട്ടും. ഇന്ന് രാത്രി 2 വാക്യത്തെ നോക്കി പറ, ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് എന്റെ വിഷയത്തെ ഞാൻ ദൈവകരത്തിലേക്ക് ഭരമേൽപ്പിക്കാൻ പോവാ. കലങ്ങി മറിഞ്ഞ എന്റെ മനസ്സ് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിലേക്ക് ഭരമേൽപ്പിക്കാൻ പോവാ. കരഞ്ഞ് 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 എന്റെ ജീവിതം തീരുമെന്ന് ഏതെങ്കിലും പൈശാചിക ശക്തി പറയുന്നുണ്ടെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവത്തിന്റെ കുഞ്ഞു പറ, വിഷയം ഇന്ന് രാത്രി ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാൻ പോവുക. എന്തുമാകട്ടെ, നിന്റെ സാമ്പത്തികമാകട്ടെ, നിന്റെ ശാരീരികമാകട്ടെ, നിന്റെ മാനസികമാകട്ടെ, നിന്റെ ആത്മീയ വിഷയമാകട്ടെ, നിന്റെ തലമുറയുടെ ഭാവിയാകട്ടെ, നിന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള ആകുലതകളാകട്ടെ, ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരമാകട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞ് നിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താൻ കരകവിഞ്ഞൊഴുകുന്ന ഏതെല്ലാം ശക്തികളാകട്ടെ, കലങ്ങി മറിയുന്ന ഏതെങ്കിലും സ്വാധീനങ്ങളാകട്ടെ, ഇപ്പൊ പടകിനെ മുക്കിക്കളയുമെന്ന് പറയുന്ന രാത്രിയുടെ 4-ാം യാമമാകട്ടെ.